I have a privilege to say a couple of words about today's people, those who are going to different kinds of problems. Thank you for your time. May the Almighty God bless you. Now we are going to hear from the word of God from Pastor Venudas. He's a really mighty man. വേണുദാസ് എന്ന് പറയുന്ന കർത്തദാസിനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ദൈവമക്കളെ, ജീവിതത്തിന്റെ വളരെ കഷ്ടതയിൽ കൂടി, വളരെ പ്രയാസത്തിൽ കൂടി, ബുദ്ധിമുട്ടിൽ കൂടി, അവരുടെ ഭൗമികമായ ആവശ്യങ്ങളുടെ മുഖത്ത് വളരെ ബുദ്ധിമുട്ടൊരു ഭവനത്തിൽ ദൈവസന്നിധിയിൽ കരഞ്ഞ് വീണ് താണു പ്രാർത്ഥിച്ചപ്പോൾ ആ ഭവനത്തെ ദൈവം ഉയർത്തി. ഇന്ന് മസ്കറ്റിന്റെ പ്രദേശത്ത് ഗംഭീരമായ ഒരു കമ്പനിയുണ്ട്. അതിന്റെ ഒരു ചുമതലക്കാരനായിട്ട് CEO ആയിട്ട് പ്രവർത്തിക്കുന്നു. അതേസമയം തന്നെ താനെ കർത്താവിന്റെ വേലയിൽ അവിടെ സഭയുടെ ചുമതലയുണ്ട്. കർത്താവ് തനിക്കുന്ന എല്ലാ നന്മയിലും തിരുമേനിയുടെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് മസ്കറ്റിന്റെ പ്രദേശത്തായിരിക്കുന്നതായ പാസ്റ്റർ വേണുദാസിനെ ഞങ്ങളുടെ മീറ്റിംഗിലേക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ വേണുദാസ്, താങ്ക് യു. യു ആർ ഇൻവൈറ്റിംഗ് യുവർ Zoom platform. It's your time. May the Almighty God bless you. Thank you. Praise the Lord. Amen. കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പ്രത്യേകിച്ച് എന്നെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച കർത്താരദാസൻ മാത്യുവിനോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് പരിചയമുള്ള ഒത്തിരി ദേവദാസന്മാരെ കാണാനായിട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം മഞ്ജിമോൾ കേൾക്കാനിടയായി. ഈ സാക്ഷ്യത്തിൻ്റെ പ്രാരംഭം അതിനെ ശ്രദ്ധിക്കുമായിരുന്നു. മോളുടെ എല്ലാ ഫോക്കസ് ദൈവത്തിൽ തന്നെയായിരുന്നു. ബൈബിളൊരു വാക്യമുണ്ട്, തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഇങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. മോളെ ഓരോ വാക്കും ഓരോ സാക്ഷ്യത്തിലും ഏത് ചെറിയൊരു ചേഞ്ചസ്. നമ്മൾ പറയാം, പ്രാർത്ഥന കുറയുമ്പോൾ വീട്ടിൽ അമ്മ വിളിച്ചാലും വിഷമം പറയുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് പ്രാർത്ഥന വേണം, അല്ലെ അതുകൊണ്ട് അമ്മ വിഷയം. അപ്പോൾ എല്ലാ കാര്യത്തിലും ദൈവത്തിൽ മാത്രം പൂർണ്ണ ശ്രദ്ധ വച്ചിരിക്കുന്ന മോളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു ഈ അനുഭവസാക്ഷി ഇവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷിക്തന്മാർ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാം. ദൈവം ഓരോരുത്തരെയും നടന്ന വഴികളെ മറ്റുള്ള ഹൃദയത്തിൽ മറ്റുള്ള ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് എന്നെ ക്ഷണിച്ചതുപോലെ തന്നെ നിങ്ങൾ പലരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലൊരു ഉത്തേജനത്തിനും അനുഗ്രഹത്തിനും വിടുതലിനും അത് കാരണമാകുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ പോകാനല്ലാതെ ഒരു മീറ്റിങ്ങിനായിട്ട് ഈ സമയത്ത് വരുന്നത്. അപ്പം ഇവിടെ ജസ്റ്റ് 3:30 AM. ഞാൻ ആ സമയത്ത് അല്പം ഉറങ്ങിപ്പോയായിരുന്നു. ഇപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു 4:25 US എന്താ പറയുക, രാത്രിയായിരിക്കും അവരിൽ ഇനി. ഓക്കെ, ഇന്ത്യയിൽ നമ്മുടെ ദേവദാസന്മാർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ അനുഭവസാക്ഷ്യത്തിലേക്കും ദൈവം എന്നെ ആ അനുഭവസാക്ഷ്യത്തെ ഉളവാക്കിയ വചനത്തിലേക്കും ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം, കാരണം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും ഓരോ അനുഭവവും മറ്റുള്ള ജീവിതത്തിലെ ദൈവത്തിൻ്റെ ശക്തിയായി വിടുതലായി ദൈവത്തിൻ്റെ മഹത്വമായിട്ട് മാറും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കും, ഞങ്ങൾ നന്ദിയോടെ ആരാധിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗിൽ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ദൈവമേ. അങ്ങ് നടത്തി ഞങ്ങളുടെ അത്ഭുത വഴികളെ പ്രിയ മകൾ കൂടെ ഞങ്ങൾ കേൾക്കുവാനിടയായി. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ പിതാവെ അങ്ങയുടെ മഹത്വം അങ്ങയുടെ മക്കൾ കൂടെ ഇന്നും ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സ്തുതിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ പേരിൽ വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താനദാസനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താനദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് വേണുദാസ്. ഞാൻ ടൈപ്പ് ചെയ്ത പാസ്റ്റർ വേണുദാസ് എന്ന് വെച്ചാണ്. എനിക്കൊരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നത് MD എന്ന് പറയുന്നതിനേക്കാൾ എനിക്കുറിച്ചൊരു അഭിമാനമാണ് പാസ്റ്റർ എന്നുള്ള. കാരണം ഞാനിവിടെ കർത്താന വേലയിലുമായിട്ട് ഇങ്ങനെ കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഒരു പാസ്റ്റർ എന്ന് വിളിക്കുന്നതിൽ. ആമേൻ.
ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഒരു പാസ്റ്ററെന്നോ അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസി എന്ന് പറയുവാൻ യോഗ്യതയില്ലായിരുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ച എൻ്റെ പേര് വേണുദാസ്. കിളിമാനൂർ, അതായത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഒരു ഉൾഗ്രാമമായിരിക്കുന്ന കിളിമാനൂർ ഉള്ള ഒരു ഹൈന്ദവ കുടുംബത്തിൽ, ആശാരി കുടുംബത്തിൽ 12 മക്കളിൽ 10ാമതായിട്ട് ജനിച്ച് ഞാൻ. എൻ്റെ ഇളയൊരു ബ്രദർ തുളസീധരൻ, അദ്ദേഹം ശുശ്രൂഷയില. അയാളേത് സീന ആറ്റിങ്ങൽ ചേർച്ച് നടത്തുന്നു. എൻ്റെ കുടുംബം നമ്മൾ ഈ 12 മക്കളിൽ ഒരു ഡസന, 8 സഹോദരിമാരും നമ്മൾ 4 സഹോദരന്മാരുമാണ്. നമ്മളെല്ലാവരും കൂടെ ഇപ്പം 196, 198 വരെയുള്ള ഉണ്ട്. എൻ്റെ അമ്മ 102 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും അമ്മ ജീവനോടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. നല്ല മെമ്മറി നമ്മളെക്കാളൊക്കെ ഭയങ്കരമാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേര് എൻ്റെ അമ്മയ്ക്ക് അറിയാം. അത് ഭയങ്കര ദൈവകൃപ, എല്ലാവർക്കും അത്ഭുതമാണ്. അങ്ങനെ ഒരു അമ്മ ഇങ്ങനെ നിൽക്കുന്നതിന് പിന്നിൽ വലിയ ചരിത്രങ്ങളുണ്ട്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ എന്നെ തിരിച്ച ഒരനുഭവം, ഒരു വചനം കൊണ്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി കാര്യം എൻ്റെ ഉള്ളിൽ വചനം ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സാക്ഷ്യം പറയാൻ ആഗ്രഹമുണ്ട്. എന്നെ സാക്ഷ്യം ഉളവാക്കിയ, എന്നെ സാക്ഷിയാക്കി നിർത്തിയിരിക്കുന്ന ചില വചന വെളിപ്പാട് അത് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അതിക്രമങ്ങളിലും എൻ്റെ ഈ 14-ാം വാക്യം 14-15 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ചു, ക്രൂസിൽ തറച്ചു, നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇവിടെ കാണുന്നത് നമുക്ക് വിരോധവും പ്രതികൂലമായ കയ്യെഴുത്ത് മാറ്റുന്ന പ്രത്യേകമായൊരു പ്രവൃത്തിയുണ്ട്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിക്കും. ഒരു വ്യക്തിയുടെ അതിക്രമം ക്ഷമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് അവർക്ക് വിരോധമായിട്ട് പിശാച് എഴുതിയിരിക്കുന്ന സകല കയ്യെഴുത്തുകളെയും മായ്ക്കുക, തുടച്ച് കളയുക. അപ്പം ഞാൻ പഠിച്ച് വന്ന ഭാഷയെ പറയുകയാണെങ്കിൽ, ജാതകം നമുക്ക് വിരോധമായിട്ട് ഒരു വ്യക്തി ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കയ്യെഴുത്തുണ്ട്, ജാതക കയ്യെഴുത്തുണ്ട്. ജാതകം എന്ന് പറയും. നമ്മുടെ വിധി, നമ്മുടെ നാട്ടിൽ പറയുന്നത് തലയിലെഴുത്തെന്ന് പറയും. നാട്ടിൻപുറത്ത് തലയിലെഴുത്ത്, ഓരോരുത്തരെയും തലയിലെഴുത്ത സഹോദര സഹോദരി നമ്മൾ അനുഭവിച്ചേക്കൊള്ളെന്ന് പറയുന്ന തലയിലെഴുത്തെന്ന് പറയുകയും, നമ്മൾ ജനിച്ച് വീഴുമ്പോഴേ നമ്മളെ കയ്യിൽ എടുത്ത് തരുന്ന നിൻ്റെ വിധിയാണെന്ന് പറയുന്ന ഒരു ജാതകമുണ്ട്. ആ ജാതകം എഴുതിയിരിക്കുന്നത് പൈശാചിക ശക്തികളാണ്. ആ പൈശാചിക ശക്തികളെ ജാതകത്തെ കംപ്ലീറ്റ് തുടച്ചു മാറ്റി എഴുതിയ പിശാചിൻ്റെ കയ്യിൽ നിന്ന് ആയുധവർഗം വാങ്ങിച്ചിട്ട് അവരെ 2 കൈയും പൊക്കി പരസ്യമായ കാഴ്ചയാക്കുന്ന ഒരു അസാധാരണമായൊരു ദൈവിക ഇടപെടലാണ് അതിക്രമങ്ങളൊക്കെയും ക്ഷമിക്കുക എന്നുള്ളത്. ആമേൻ. ഇതാണ് എൻ്റെ സാക്ഷ്യത്തിൻ്റെ താക്കോൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 12 മക്കളുള്ള 10ാമത്തെ മകനായിട്ട് ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ പ്രായം എന്താ, ഞാൻ സ്കൂളിൽ പഠിക്കാറായ സമയം വന്നപ്പോഴേക്കും ദാരിദ്ര്യത്തിൻ്റെ ആധിക്യം. കാരണം എൻ്റെ അപ്പച്ചൻ അന്നത്തെ നമ്മുടെ നാട്ടിലൊക്കെ തല്ല് കൊള്ളാൻ തയ്യാറുള്ളവരെല്ലാം റൗഡികളായിരുന്നു. തല്ല് കൊള്ളാനും എന്ന് പറയുക, അടി മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, പേടിയില്ലാത്തവർക്ക് റൗഡികൾ. അങ്ങനെ എൻ്റെ അപ്പച്ചൻ മറ്റൊരു അറിയപ്പെടുന്ന റൗഡിയായി. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ കുറേ വർഷങ്ങൾ ഇങ്ങനെ ഒളിവിൽ താമസിക്കുക, ജയിലിൽ പോകാതെ ഒളിവിൽ താമസിക്കുന്ന നിമിത്തം എൻ്റെ കുടുംബം വലിയ ദാരിദ്ര്യത്തിലേക്ക് പോയി. ആ കാലങ്ങളിൽ എൻ്റെ അമ്മയുടെ പ്രോപ്പർട്ടി എല്ലാം വിറ്റിട്ടാണ് കേസ് പറയാൻ നമ്മുടെ ചിലവ് കഴിഞ്ഞ്. പിന്നെ ഞാൻ സ്കൂളിൽ പോകാറായ സമയത്തേക്കും ദാരിദ്ര്യത്തിൻ്റെ അങ്ങ് കൊടുമ്പിരി കൊള്ളുന്ന സമയം. ഒന്നാമത്തെ കാര്യം, ഞാൻ ജനിച്ചത് 1961-ലാണ്. എന്നെ സ്കൂളിൽ ചേർക്കുന്ന 66-ലാണ്. ആ സമയങ്ങളൊക്കെ ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം, ചൈനയായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഈ കേരളത്തിൽ ആഹാരമൊന്നും കിട്ടുന്നതിലെല്ലാം തന്നെ വടക്കേന്ത്യക്ക് വിടുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ പൊതുവേ ദാരിദ്ര്യം, ജോലിയുള്ളവർക്കും ആഹാരമില്ലാത്ത സമയത്ത് ആഹാരം ഇല്ലാത്ത വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും. അപ്പം ഞാൻ വളർന്നു വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ സ്കൂളിൽ പോകുന്നത് തന്നെ പഠിക്കാനായിട്ടല്ലായിരുന്നു. കാരണം ഞാൻ കാത്തിരുന്നു. എൻ്റെ സഹോദരങ്ങളെല്ലാവരും ഒരു 5-8 അങ്ങ് സ്കൂളിൽ പോകും. അവർ പറയും അവിടെ പോയിട്ട് നന്നായിട്ട് ചോളവും പാലും ഉണ്ട്, കഞ്ഞിയൊന്നുമല്ല, ചോളവും പാലും കുടിക്കുക. അപ്പോൾ എൻ്റെ ആഗ്രഹം
അടുത്ത വർഷം എനിക്കും ചോളവും പാലും കുടിക്കുക. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാവരും അന്ന് സ്ലേറ്റും പെൻസിലും കൊണ്ടുപോകുന്നു. ഞാൻ ഒരു തൂക്കുപാത്രം വെച്ച് ഈ പാല് കുടിക്കാൻ ഒരു പാത്രവും ആഹാരത്തിന് വേണ്ടി വേറൊരു ഇലയും കൊണ്ടങ്ങ് പോകുമായിരുന്നു. ഇതാണ് എൻ്റെ ക്ലാസ് വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം. എന്തായാലും ഞാൻ എൻ്റെ ചെറുപ്രായം മുതലെല്ലാം ദാരിദ്ര്യവും ആഹാരത്തിനുള്ള ബുദ്ധിമുട്ടും ഓണം വരാൻ കാത്തിരിക്കും. എനിക്ക് ഇന്നലെ ഓണം വരുന്നല്ലേ, ഇന്ന്. അപ്പോൾ ഓണം വരാനായിട്ട് കാത്തിരിക്കും, എന്തിനാ നന്നായിട്ട് ആഹാരം കഴിക്കാനായിട്ട്. പക്ഷേ എത്ര വർഷത്തിലൊരിക്കലേ ഓണം വരുള്ളൂ. എന്തായാലും എനിക്ക് വീട്ടിലെ ദാരിദ്ര്യ നിമിത്തം എൻ്റെ അമ്മ എൻ്റെ ഓർമ്മയിൽ നന്നായിട്ട് ആഹാരം കഴിച്ച ഓർമ്മയില്ല. ഞാൻ ജസ്റ്റ് അവസാനം എല്ലാം കൂടെ ഞാൻ വെള്ളത്തിൽ ഞാൻ കരയിൽ കുടിക്കുന്നൊരു അനുഭവം കണ്ട് മടുത്ത അവസാനം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ആഹാരം കൊടുക്കണം. അപ്പോഴേക്കും എനിക്ക് എട്ടിൽ പഠിക്കുന്ന സമയം വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എനിക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഞാൻ ആന്ധ്രയിൽ വിജയവാഡയിലേക്ക് പോയി. പക്ഷേ ജ്യേഷ്ഠൻ പറഞ്ഞു അവിടെ പഠിപ്പിക്കാമെന്ന് എന്നോട് പറഞ്ഞത്. എൻ്റെ ഈ ഉത്സാഹവും താല്പര്യവും കണ്ട് ജ്യേഷ്ഠൻ പറഞ്ഞ് അവിടെ വന്നു. ജ്യേഷ്ഠന് വർക്ക്ഷോപ്പായിരുന്നു, അവിടെ കൊണ്ടുപോയി. ഞാനവിടെ ആദ്യം ട്യൂഷൻ വഴി തെലുങ്ക് പഠിച്ചു, എഴുതാനും വായിക്കാനും പഠിച്ചതിന് ശേഷം ഈ സമയം കൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് ജോലി സഹായിക്കാൻ പോകും. ജ്യേഷ്ഠൻ ഇപ്പോൾ കൊള്ളാം, പെട്ടെന്ന് ഒരു 6 മാസം കൊണ്ട് ഞാൻ നല്ലതായിട്ട് ജോലി പഠിച്ചു, തെലുങ്ക് പഠിച്ചു. അപ്പോൾ വിചാരിച്ചു ഇനി എന്തായാലും സ്കൂളിൽ വിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നെ എന്തെങ്കിലും വർക്ക്ഷോപ്പിലാക്കി. കാരണം ഞാൻ അവിടുത്തെ ഒരു പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ കേടായി തുരുമ്പെടുത്ത വണ്ടികളെല്ലാം തകട് വെച്ച് വെൽഡ് ചെയ്യുന്നൊരു പണിയായിട്ട് വന്നു. എന്തായാലും എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് ജ്യേഷ്ഠൻ ശമ്പളം തരത്തില്ല, എങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടുന്നതുണ്ട്, ഞാൻ മാറ്റിവെച്ച് എൻ്റെ സഹോദരങ്ങളെ കൊടുക്കുമായിരുന്നു. എന്തായാലും ഞാൻ അവിടെ ആന്ധ്രയിൽ പോകുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിമല എന്ന് പറയും. കിളിമാനൂർ ആദ്യമായിട്ട് യേശുവിനെ അറിയുന്നത് എൻ്റെ ഒരു സഹോദരിയായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ യേശുവിനെ അറിഞ്ഞെങ്കിൽ നമ്മൾ ആരോടും യേശുവിനെ കുറിച്ച് പറയാൻ പാടില്ല. കാരണം അത്രത്തോളം നമ്മളൊരു ഹൈന്ദവരെന്ന് മാത്രമല്ല, സ്വന്തമായിട്ട് ക്ഷേത്രം ഉണ്ടായിരുന്നു. കിളിമാനൂർ പുതിയകാവ് ക്ഷേത്രം എന്ന് പറയുന്നത് എൻ്റെ കുടുംബക്ഷേത്രമാണ്. ഇപ്പോൾ എൻ്റെ വലിയച്ഛൻ്റെ മകൻ അവിടുത്തെ ശാന്തി, അവിടുത്തെ എന്താ പറയുക, പോറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഈ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ അല്ലെന്ന് പറഞ്ഞാൽ യേശുവിനെ വിളിക്കാനായിട്ട് നമുക്ക് ഒരിക്കലും അനുവാദമല്ല. ഇന്നും അന്നും കിളിമാനൂർ ക്രിസ്ത്യൻസ് ഇല്ല. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങളുണ്ടെങ്കിലും അവിടെ പാരമ്പര്യമായിട്ട് വന്ന ക്രിസ്തീയ പേരുള്ള വ്യക്തികളാരും ഇപ്പോൾ പുതുതായിട്ടുള്ള പേരല്ലാതെ അവിടെ ഇല്ല. അതുപോലുള്ള സ്ഥലമായിരുന്നു കിളിമാനൂർ. അതുകൊണ്ട് അവിടെ യേശുവിനെ പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ചേച്ചി നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മളോടെല്ലാം പറഞ്ഞായിരുന്നു യേശുവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ. ഞാൻ ആന്ധ്രയിൽ പോയ സമയത്ത് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആഹാരം കഴിക്കുക, എനിക്ക് ചോറ് കഴിക്കുക. കഞ്ഞിവെള്ളം കുടിച്ചൊരു എന്താ പറയുക, ജീവിതത്തിൽ അങ്ങ് മടുത്തപ്പോൾ ഞാൻ ചോറ് കഴിക്കുക. അങ്ങനെയാണ് ഞാൻ ആന്ധ്രയിൽ പോകാനുള്ള പ്രധാന കാര്യം. അവിടെ വന്ന് ജോലിക്കാരനായി. അതിനിടയിൽ ഞാൻ യേശുവിനെ അറിയാനായിട്ടിടയായി. അപ്പോൾ അവിടെ നിന്ന് രക്ഷയെക്കുറിച്ചോ ഒന്നും അങ്ങനെ അറിയില്ല. ഞാൻ TPMലായിരുന്നു. ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ നാട്ടിൽ ആറ്റിങ്ങിൽ ഉള്ള IPC സഭയിൽ വന്ന് രക്ഷിക്കപ്പെട്ടു, അവിടെ സ്നാനപ്പെട്ടു. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഞാൻ സ്നാനപ്പെടുമ്പോഴൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ സ്നാനപ്പെടുന്നത് എന്തുകൊണ്ട് എൻ്റെ ചേച്ചി പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നത് കാലന, പക്ഷേ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവും. ഞാൻ ചേട്ടാ അത് കൊള്ളാമല്ലോ. കാരണം ഞാൻ ജനിച്ച് വളർന്ന സമയങ്ങളിലൊക്കെ ഞാൻ കേട്ട് വന്നിരിക്കുന്നത് നാട്ടിൻപുറം അവിടെ അർദ്ധരാത്രിയിൽ ഈ പട്ടി ഓളിയിടുമ്പോഴോ അല്ലെങ്കിൽ നത്ത് ചലിക്കുമ്പോഴോ എൻ്റെ അമ്മ പറയും കാലൻ വരുന്നത് മൃഗങ്ങൾക്ക് കാണാം, പ്രത്യേകിച്ച് നത്തിനും കാണാനും കഴിയും. അത് നത്ത്, മൂങ്ങ അങ്ങനെയുള്ള പക്ഷികൾ കാണാം. അതുപോലെ നായ്ക്കൾക്ക് കാലൻ വരുന്നത് കാണാം. അമ്മ കാലൻ എങ്ങനെ ഇരിക്കും? അപ്പോൾ അന്ന് പിന്നെ ഒരു കലണ്ടർ ഉണ്ടോന്ന്, നരകലോകം എന്നൊരു കലണ്ടർ ഉണ്ട്. ഒരു കാണിച്ച് കാലൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പോത്തിൻ്റെ പുറത്ത് വലിയൊരു കയറുമായിട്ട് വരും, എന്നിട്ട് ഇവരെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ചേട്ടാ കാലൻ കൊണ്ടുപോകുന്നത് എവിടെയാണ്? കാലൻ്റെ രാജ്യത്തല്ലേ. അപ്പോൾ എല്ലാവരും കാലൻ്റെ രാജ്യത്തിൽ പോകും. നമ്മളെല്ലാം നരകത്തിൽ പോകാനായിട്ട് മുദ്രയിട്ട വ്യക്തികളല്ലേ. അപ്പോൾ സ്വർഗത്തിൽ പോകുന്ന കാര്യം ഉണ്ടെങ്കിക്കൊള്ളാം. അങ്ങനെ സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ആദ്യമായിട്ട് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നതും സ്നാനപ്പെടുന്നതൊക്കെ. അന്ന് യേശുവിനോട് പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുമെന്ന് അങ്ങനെയൊന്നും അറിയത്തില്ല. വിദൂരത്തുള്ള കർത്താവ് ക്രിസ്ത്യാനികളുടെ ദൈവത്തെ നമ്മൾ സ്വീകരിച്ച് എന്തായാലും സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളിൽ എന്തോ ഒരു വ്യത്യാസം, ഒരു പുതിയൊരു മാറ്റം. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാല ഉണ്ടാക്കിയിട്ട് വിളക്ക് കത്തിക്കാമെന്നല്ലാതെ ഈ ദൈവത്തെക്കുറിച്ച് അത്ര അറിവില്ലായിരുന്നു. എന്തായാലും ഈ സ്വർഗത്തിൽ പോകാൻ, എന്തായാലും നരകത്തിൽ പോകത്തില്ല, സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹത്തിൽ സ്നാനപ്പെട്ടു.
കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളർന്നു വരുന്ന സമയത്ത് കണ്ടുകൊണ്ടിരുന്നത് ഈ ഒത്തിരി ശാപം നിറഞ്ഞ കുടുംബം എന്ന് പറഞ്ഞായിരുന്നു. ഇത്രയും ദാരിദ്ര്യം പോകാൻ എൻ്റെ അപ്പച്ചൻ ഞാൻ വരാൻ കാരണമെല്ലാം എൻ്റെ അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത് ഈ അമ്പലങ്ങൾ ഉണ്ടാക്കുക, പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വീടിൻ്റെ സ്ഥാനം നോക്കുക, ഏത് ഡയറക്ഷൻ വീട് വയ്ക്കണം, എവിടെയാണ് കിണർ കുത്തുന്നത്, അങ്ങനെയൊക്കെ നോക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിപ്പോയി ജ്യോത്സ്യനെടുത്ത് പറയും. ഇപ്പം ജ്യോത്സ്യൻ പറയുന്നത് ഇന്ന ദോഷം, കാരണം ഇത്രയും മക്കളില്ലേ, പല ദോഷത്തിൽ ജനിക്കുന്ന മക്കളുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ദോഷമുള്ളത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്, അതുകൊണ്ട് ഇങ്ങനെ വേണ്ട പ്രതീതി ചെയ്യണമെന്ന് പറയും. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കാണുന്നത് മന്ത്രവാദികൾ വരും, ഹോമം നടത്തും. അവിടെ എല്ലാം എൻ്റെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ തുള്ളി ഇങ്ങനെ ബാധ ഒഴിപ്പിക്കാമെന്ന് പറയും. ഇത് കണ്ടാൽ ഞാൻ വളർന്നു വന്നിരിക്കുന്നത്. അപ്പം അന്ന് തൊട്ടേ ഈ ബാധ ഒഴിപ്പിക്കുക, പിശാച് ബാധിക്കുക, ശാപങ്ങൾ നൽകുക, ജാതകത്തിൻ്റെ ദോഷം, ഇതെല്ലാം കേട്ടും കണ്ടും ഒക്കെ പഠിച്ചു വന്നപ്പോൾ എന്തായാലും അവസാനം സ്വർഗത്തിൽ പോകുന്നൊരു മാർഗം കണ്ടു. എന്തായാലും സ്നാനപ്പെട്ടു. എൻ്റെ ഉള്ളിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായി. ഞാൻ സ്ഥിരമായിട്ട് പള്ളി പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്രായം പോട്ടെ ഞാൻ ഈ തെറ്റുകളൊന്നും ചെയ്യാറില്ല. ഞാൻ ദേഷ്യപ്പെടും, അങ്ങനെയുള്ള ചില കാര്യങ്ങളല്ലാതെ ദേഷ്യപ്പെടുന്ന നന്നായിട്ട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്ത ഒരു പ്രകൃതമാകും. കാരണം എൻ്റെ അപ്പച്ചൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. അപ്പോൾ ഞാനും ജനിച്ചപ്പോഴും വിശാഖം നാളാണ് ജനിച്ചത്. വിശാഖം നാൾ എൻ്റെ മൃഗം എന്ന് പറയുന്നത് സിംഹമാണ്. അപ്പോൾ എന്നെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ വല്ലാത്ത ദേഷ്യം വരുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ പ്രവണത. എന്തായാലും ബാക്കി ഞാനൊരു തെറ്റും ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ചെറുപ്രായത്തിലൊന്നും. ഇത് കഴിഞ്ഞു ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാനൊരു പാച്ച് വർക്കുകാരനായിട്ട് മസ്കറ്റിലോട്ട് വന്നു. അവിടെ വന്നപ്പോൾ ഞാൻ ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി എന്ന് പറയുന്ന OP എന്നറിയപ്പെടുന്ന ചേർച്ചിലൊരു മെമ്പറായിരുന്നു. അവിടെ വന്ന് പല മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക ദിവസം എൻ്റെ 24-25 വയസ്സായപ്പോഴേക്കും ഒരു പ്രത്യേക ദിവസം ഞാൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ശക്തമായ എന്തോ എൻ്റെ മേലിങ്ങനെ പതിയുന്ന എനിക്ക് അനുഭവിച്ചു. സാധാരണക്കാളും വ്യത്യസ്തമായ നിലവാരത്തിലേക്ക്. അന്നുണ്ടായിരുന്നൊരു ഡോക്ടർ ജസ്റ്റിൻ പ്രഭാകരൻ, തമിഴ്നാട്ടിൽ നിന്ന് അഭിഷിക്തനായിരുന്നു. അസാധാരണമായൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ പേര് ഭയങ്കരമായ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. പിറ്റേ ദിവസം വരുന്നത് നമ്മുടെ ബർഗമൻസ്, അന്നൊക്കെ അദ്ദേഹം റഷ്യയിലേക്ക് വരുന്ന സമയം, സിനിമ എന്നൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിലായപ്പോഴേക്കും എൻ്റെ അകത്ത് എന്തോ സംഭവിച്ചു. എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഴയ വ്യക്തിയല്ല, എന്തോ ഒരു പുതിയൊരു വ്യക്തിയായി പോലെ എന്നെ സംബന്ധിച്ച്. എനിക്ക് പിന്നെ ലോകത്തിലുള്ള ഒന്നും എനിക്ക് കാണാനൊക്കത്തില്ല, ഒന്നും കേൾക്കാനൊക്കത്തില്ല. കാരണം എനിക്ക് കൂട്ടുകാർ കുറവാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആരും കൂട്ടുപിടിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹൈന്ദവ ആശാരി കുടുംബത്തിൽ ജനിച്ച് വളർന്ന് 8ാം ക്ലാസ് പൂർത്തിയാക്കിയില്ല, 7.5 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ പഠിത്തം നിർത്തിയിട്ട് നേരെ ആന്ധ്രയിലോട്ട് പോകുന്നത്. അപ്പോൾ എനിക്കൊന്നും എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. കൂട്ടുകാരെല്ലാം ആ ഒരു റേഞ്ച് വർക്ക്ഷോപ്പിൽ നമ്മുടെ നാട്ടിലെ ടാക്സി സ്റ്റാൻഡേർഡായിരുന്നു. അപ്പോൾ അങ്ങനെ വളർന്ന് വന്ന് ഇവിടെ OP വരുന്ന സമയത്തും എന്നെ ഞങ്ങൾ ആരും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ മേലെ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ എനിക്ക് വെറുതെ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ അതുവരെ ഞാനാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉപവസിക്കും, ഞാൻ ചർച്ചയിൽ പോകും, എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ എഫർട്ട് തീർച്ചു, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ പിന്നെ ഞാനല്ല, എൻ്റെ ഉള്ളിൽ ഒരു ദൈവ മനുഷ്യൻ നീ പറയാൻ, ഇപ്പം നമ്മൾ പറയാം ഒരു എൻകൗണ്ടർ ഉണ്ടായെന്ന് പറയാം. പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര ദൈവശക്തി എന്നെ കൊണ്ടുപോവാം. എപ്പോഴും അന്യഭാഷ പറയാം. അന്നൊക്കെ ഞാൻ 2 വാക്ക് അന്യഭാഷ പറയണമെങ്കിൽ 3 പാട്ട് പാടണം മിനിമം. 3ാമത്തെ പാട്ടിൻ്റെ അവസാനം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അത്രയും നേരം കൈയടിച്ചാൽ മാത്രമേ എനിക്ക് അന്യഭാഷ വരത്തുള്ളായിരുന്നു. കാരണം എനിക്ക് അന്യഭാഷ പറയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ സൈഡ് ഡ്രംസിൻ്റെ അടുത്തായിരിക്കുന്നത്. സൈഡ് ഡ്രംസ് ഏറ്റവും നല്ല പീക്കിലിട്ട് വരുമ്പോഴായിരിക്കും എനിക്ക് അന്യഭാഷ വരുന്നത്. എങ്കിലും ഞാൻ നന്നായിട്ട് മാക്സിമം ഞാനത് യൂട്ടിലൈസ് ചെയ്യും. എനിക്ക് ഇഷ്ടമായിരുന്നു അന്നൊക്കെ. പക്ഷേ ഈ അന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രത്യേക ശക്തി എൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് നടക്കുമ്പോഴും അന്യഭാഷ പറയണം, നിൽക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഫുൾ ടൈം എനിക്ക് ഇതിന് അന്യഭാഷ പറയണം. എനിക്കാണെങ്കിൽ മറ്റുള്ളതൊന്നും എനിക്ക് മാനെന്ന് പറയാൻ എന്നെ നഷ്ടപ്പെടും. കാരണം ആൾക്കാർ ശ്രദ്ധിച്ചാൽ ആൾക്കാർ പൊതുവെ ദൂരം നിന്ന് കാണണമെങ്കിൽ ഒരു മാനസികരോഗിയെന്ന് തോന്നിക്കുന്നത്. പക്ഷേ എനിക്ക് അറിയത്തുള്ളൂ, എനിക്ക് കൺട്രോൾ ചെയ്യാനൊക്കാത്ത ഭയങ്കരമായ ഉള്ളിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത പറയും. എനിക്കത് പറഞ്ഞ് ഗ്രഹിപ്പിക്കാൻ അറിയത്തില്ല. പക്ഷേ എനിക്കത് എങ്ങനെ എൻ്റെ അനുഭവം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ആ സന്തോഷം നിമിത്തം എനിക്ക് അന്യഭാഷ പറയണം എപ്പോഴും. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് ജോലി ചെയ്യുന്നത് സുബൈർ ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന മിത്സുബിഷിയുടെ ഡീലറുടെ ഒരു കമ്പനിയാണ്. അന്ന് ഈ പാച്ച് വർക്കില്ല,
അവിടെ ഞാൻ റീപ്ലേസ്മെൻറ്റ് ഡാമേജ് ആയി കഴിഞ്ഞാൽ മാറ്റി കൊടുക്കാമെന്ന്. അപ്പോൾ ശബ്ദമില്ല, നിശബ്ദമായ ജോലിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, ഇടിച്ച സാധനങ്ങൾ ഞാൻ തന്നെ പുതിയതുപോലെ ആക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഡെൻഡിങ് ചെയ്തിട്ട് അത് ഇടിച്ച് ചളങ്ങിയതെല്ലാം നിർത്തുന്നത്. കാരണം ശബ്ദം വരുമ്പോൾ അന്യഭാഷ പറഞ്ഞാൽ അറിയത്തില്ലല്ലോ. അങ്ങനെ എനിക്ക് ഫുൾ ടൈം അന്യഭാഷ പറയാൻ വേണ്ടി ഡ്യൂട്ടി സമയത്ത്, മറ്റൊരു സമയത്ത് ആരും മേടിക്കേണ്ട. അങ്ങനെയാണ് ഞാൻ ഡെൻഡിങ് തിരിച്ചെത്തപ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിൽ അസാധാരണമായൊരു ജ്ഞാനം ജോലിയിൽ വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ആത്മാവിൽ ദൈവശക്തിയായിട്ട് വ്യാപരിച്ചിട്ട് ഞാൻ ആൾ മാറി. എന്നെക്കൊണ്ട് ആത്മാവ് ഇങ്ങനെ സംസാരിപ്പിക്കുന്നു. ഇത് ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഡെൻഡിങ് ചെയ്തെടുത്തു. എത്ര ഇടിച്ച് തകർന്ന വണ്ടിയുടെ പാർട്സ് ഞാൻ അടിച്ച് നിർത്തി വളരെ പുതിയതുപോലെ ആക്കിയെടുക്കും. അപ്പോഴും കമ്പനിയും പ്രത്യേകതയായി, അവർ ആ സ്ഥലത്ത് കമ്പനിയിൽ എന്നെ ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഒരു സെക്ഷൻ ലീഡറാക്കി ഇതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് തുടങ്ങി തന്നു. അപ്പോൾ ഇതാ എന്നെ സംബന്ധിച്ച് എനിക്ക് ജോലി പ്രൊഫസറിന് പൈസ ഒന്നല്ല കാര്യം, എനിക്ക് അന്യഭാഷ ഉണ്ടാകും. എൻ്റെ അകത്ത് ഞാൻ വേറൊരാളായി. ഇപ്പോഴത്തെ ഭാഷ നമുക്ക് പറയാൻ ഒരു എൻകൗണ്ടർ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അന്നൊന്നും അറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, രക്ഷിക്കപ്പെട്ടത് ഞാൻ 4 വർഷത്തോളം TPMലായിരുന്നു. പക്ക സിലോൺ പെന്തക്കോസ്തായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ IPCയിലേക്ക് വരുന്നത്. IPC എന്ന് പറഞ്ഞാൽ പിന്നെ OP എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണലി ഞാൻ പെന്തക്കോസ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇതായിരുന്നു. പെന്തക്കോസ് എൻ്റെ അകത്ത് കിടക്കുന്ന സംഭവമായിരുന്നു. അവിടെ നിന്ന സമയത്താണ് എനിക്കിത് ഈ ഒരു അനുഭവം കൂടെ ഉണ്ടായപ്പോഴേക്കും എനിക്കങ്ങോട്ട് അറിയത് എൻ്റെ ഉള്ളിൽ കിടന്നൊരു ദൈവാത്മാവ് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുക. അപ്പം എനിക്ക് ആൾക്കാരത് ഗ്രഹിപ്പിക്കാനൊക്കത്തില്ല. പക്ഷേ ഒരു മീറ്റിങ്ങിലിരുന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് ശക്തനായ ദൈവദാസന്മാർ വളരെ നന്നായിട്ട് വചനം പറയുമ്പോൾ യേശു എന്ന് പറയുമ്പോൾ എൻ്റെ അകത്തൊരു ഭയങ്കര ദൈവശക്തി വ്യാപരിക്കും. ഞാനിങ്ങനെ ആരാധിക്കും. ആൾക്കാരൊക്കെ ഉണ്ടാക്കി എന്തെന്നൊക്കെ വന്നതല്ല, മിക്കവാറും ഈ പിശാചൊക്കെ അളവുന്നതായിരിക്കും. ചിലപ്പോൾ ദൈവദാസന്മാർ വന്നിട്ട് ഞാൻ തലേക്ക് യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പിശാചല്ല. എനിക്ക് നന്നായിട്ട് എൻ്റെ ഉള്ളിലാണ്. കാരണം എനിക്ക് ഈ സന്തോഷം കൊണ്ട് കണ്ണടച്ചപ്പോൾ എനിക്ക് ആരും കാണത്തില്ല, ഞാൻ ആരാധിക്കുമായിരുന്നു. ഈ ഒരു അനുഭവം, ഇങ്ങനെ ഉണ്ടായിരുന്ന അനുഭവം, ഫുൾ ടൈം ഞാൻ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അന്യഭാഷ പറയും. എനിക്ക് ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് സ്പോർട്സ് അറിയത്തില്ല, എനിക്ക് പൊളിറ്റിക്സ് അറിയത്തില്ല, കൂട്ടുകാരല്ല. പിന്നെ എനിക്ക് ആകെ അറിയാം യേശു. ഇപ്പം അറിയാം അന്യഭാഷ. ഇത്രയും പറഞ്ഞപ്പോൾ കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലായി ഞാനൊരു പുതിയ സൃഷ്ടിയായി. അപ്പോഴാണ് ഈ 2 കൊരിന്ത്യർ 5:17 അർത്ഥം മനസ്സിലാകുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ, ക്രിസ്ത്യാനി ആയാലല്ല, പള്ളിയിൽ പോയാലല്ല, അവൻ സ്നാനപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവിടെ പഴയതെല്ലാം കഴിഞ്ഞ് സകലതും പുതിയതായി തീർന്നിടും. അതിന് മനുഷ്യരല്ല, ദൈവം തന്നെ കാരണപ്പെടും. ദൈവം നമ്മെ ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചിട്ട് ഈ നിരപ്പിൻ്റെ വചനം എൻ്റെ ഉള്ളിലോട്ട് തകരാൻ തുടങ്ങി. ഞാൻ പിന്നെ വചനം വായിക്കും. എനിക്ക് നേരെ മലയാളം വായിക്കാൻ അറിയത്തില്ല, ഒരു ഭാഷ അറിയത്തില്ല. അപ്പോൾ സാധാരണ അവിടെ പോയി പറഞ്ഞ് ഞാൻ പറയും എനിക്ക് നന്നായിട്ട് മലയാളം അറിയത്തില്ല എന്ന്. അപ്പോൾ ആൾക്കാരെ ഞാനെന്നറിയാം, അപ്പോൾ ഇംഗ്ലീഷ് ആരെയും പഠിച്ചതെന്ന്. അപ്പോൾ അവരുടെ ചിന്തയെ മാറ്റാൻ പോയിട്ടില്ല. എനിക്ക് അങ്ങനെ അത്ര മലയാളം അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒതുക്കി നിൽക്കുമായിരുന്നു. എനിക്ക് അറിയത്തുള്ളൂ, എനിക്ക് മലയാളം അറിയത്തില്ലായിരുന്നു, ഇംഗ്ലീഷ് എഴുതില്ല. പക്ഷേ ഈ ഒരു അനുഭവം വന്നതിന് ശേഷം എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ ഈ ജോലിയിൽ ഭയങ്കരമായൊരു ജ്ഞാനം വർദ്ധിക്കാൻ തുടങ്ങി. ഭയങ്കരമായി ജ്ഞാനം വർദ്ധിച്ചപ്പോൾ ആ സ്ഥാപനത്തിൽ തന്നെ ഞാൻ പറഞ്ഞ ഡെൻഡറായിരുന്നു, എന്നെ ആ ഒരു സെക്ഷൻ്റെ ഇൻചാർജ് ആക്കി. പിന്നെ ഞാൻ ആ സെക്ഷൻ ഒരു ഫോർമാനായിട്ട് എന്നെ അവിടെ നിന്ന് ഒരു പ്രൊമോഷൻ തന്നു. കുറച്ച് വർഷം കഴിയുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായി. എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് വണ്ടി റിപ്പയർ ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി. അങ്ങനെ അവിടെ നിന്ന് എന്നെ ഒരു ട്രെയിനിങ്ങിന് സ്വീഡനിലേക്ക് അയച്ചായിരുന്നു. അവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ചേസിസ് അലൈൻ ചെയ്യുന്ന ആ ഒരു ടെക്നോളജി പഠിക്കാനായിട്ട് അന്ന് ഏറ്റവും ഒരു കാരോട്ടോണിക് എന്ന് പറയുന്ന ഒരു മെഷീൻ പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ സ്വീഡനിലോട്ട് വിട്ടു. സ്വീഡനിൽ ചെന്ന് അവിടെ കഴിയുമ്പോൾ അവിടെ കൂടെ അവരെല്ലാം ഇംഗ്ലീഷാണ് പറയുന്നത്. അവരെ ശരിക്കും പറയുന്ന ഇംഗ്ലീഷല്ല, എങ്കിലും നമ്മളോട് സംസാരിക്കുന്ന ഇംഗ്ലീഷ്. എൻ്റെ കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കൂടെ എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകാൻ തുടങ്ങി, ഞാനും അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അവരുടെ 2 പേര് തായ്ലൻഡുകാരായിരുന്നു. അവർക്ക് കള്ള് കുടിക്കുമ്പോഴേ ഇംഗ്ലീഷ് വരത്തുള്ളായിരുന്നു. എനിക്ക് ആത്മാവ് വരുമ്പോൾ ഇംഗ്ലീഷാണ് വരും. എന്തായാലും ഇവരുടെ ഇംഗ്ലീഷ് കൂടെ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ ആൾ മാറാൻ തുടങ്ങി. തിരിച്ച് ഞാൻ മസ്കറ്റിൽ വന്നതിന് ശേഷം ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ പിന്നെ കയറുന്നത് വേറൊരു കമ്പനിയിൽ ഒരു ജനറൽ മാനേജറായിട്ട് കയറി. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ പഴയതെല്ലാം മാറും, സകലതും പുതിയതായി തീരും. ദൈവത്തിൻ്റെ ജ്ഞാനം
എനിക്ക് പിന്നെ വചനം വായിക്കാൻ തുടങ്ങി. എഫീസ് ലേഖനം വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ 1:17 വായിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് വേണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തോ പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് എൻ്റെ വിളിയാനുള്ള ആശ എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ കർത്താവ് എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, എനിക്ക് ജോലിയിൽ നല്ലതായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി, പരിജ്ഞാനം വരാൻ തുടങ്ങി, ജോലിയുടെ ശമ്പളം കൂട്ടി, ജോലി സ്ഥാനങ്ങൾ മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, ആമേൻ, ഒരു ദൈവത്തിൻ്റെ മകനെന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല. പിന്നെ എൻ്റെ ആഗ്രഹം എങ്ങനെ ആരെ കണ്ടു കഴിഞ്ഞാലും യേശുവിനെ കുറിച്ച് സുവിശേഷം പറയുക. അപ്പോൾ എൻ്റെ ജോലി എങ്ങനെയെങ്കിലും ഞാൻ അങ്ങോട്ട് കയറും. ഞാൻ ഹിന്ദുക്കളാണെന്ന് പറയുന്നത് അമ്പലത്തിൽ പോകാറുണ്ടോയെന്ന് ചോദിക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് പറയും വീട്ടിൽ ബൈബിളുണ്ടോ? അപ്പോൾ അവർ പറയും നമ്മൾ ഹിന്ദുക്കളാണ്. ബൈബിൾ അപ്പം അതിനെന്താ ബൈബിൾ വെക്കണം. ഞാൻ എന്താ, ഞാൻ പക്ക ആശാരിയാണ്, ഇതുവരെ എൻ്റെ പേര് വേണമെന്ന സന്നാണ്, പക്ഷേ ഞാൻ ബൈബിളൊക്കെ വയ്ക്കും. അതെന്തിനാ? ഞാൻ പറയും ബൈബിൾ നമ്മുടെ ഒരു സാധാരണ ചെറിയ സാധനം മേടിക്കുമ്പോഴേയും ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കിട്ടത്തില്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശൈലി ഇതാ, അവരെങ്ങനെ ജീവിക്കണം പഠിപ്പിക്കുന്ന ബൈബിളാണ്. എങ്ങനെയോ ക്രിസ്ത്യാനികൾ പറഞ്ഞ അവരുടെ ബുക്കാണ്, അങ്ങനെയൊന്നും അല്ലെന്നേ. സകല മനുഷ്യരെന്ന് പറയുമ്പോൾ ഒത്തിരി പേര് ബൈബിൾ വാങ്ങി, അതില്ലെങ്കിൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഒത്തിരി പേര് രക്ഷയിലേക്ക് കൊണ്ടുവരാനിടയായി. അങ്ങനെയാണ് ഒത്തിരി പേരായപ്പോഴാണ് അവർ തന്നെ പറഞ്ഞ് എന്നെ പാസ്റ്റർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഭാഗത്തൊരു ഹാളെടുത്ത് അവിടെ നിന്ന് ഇവരെ കുറേ കൂട്ടുകാരെ കിട്ടി, അവരെ രക്ഷിക്കപ്പെട്ടു. പിന്നെ പാസ്റ്റേഴ്സിനെ അടുത്ത് സ്നാനപ്പെടുത്തി, ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ചേർന്ന് എന്നെ പാസ്റ്ററാക്കി. എനിക്ക് ഓർഡിനേഷൻ തന്നതിന് ശേഷം ഒരു സഭയിൽ ഓർഡിനേഷൻ തന്നു. ഇതെല്ലാം എൻ്റെ ആത്മമനുഷ്യൻ ബലപ്പെട്ട് വന്നപ്പോഴേക്കും മനസ്സിലായി എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഭൗതിക വിഷയത്തിൽ പിറകെ നിന്ന് ഓടണ്ട. ആമേൻ. ആദ്യയുടെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ അതിൻ്റെ പിറക്കേന്ന് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു കാലത്ത് എനിക്ക് ഇന്ന് ആത്മാവിൽ ആരാധിക്കാൻ വേണ്ടി പാട്ട് പാടുന്നതും ഡ്രംസ് സൈഡ് മടിയുടെ കൂടെ നടക്കും. ഞാൻ അവിടെ ഇരിക്കത്തരുതുള്ളൂ. കാരണം എനിക്ക് ആത്മാവിൽ ആരാധിക്കണം. എന്നാൽ ദൈവശക്തി വന്നതിന് ശേഷം ഞാനന്ന് കൺട്രോൾ ചെയ്യാൻ വിചാരിച്ച് നടക്കത്തില്ല. എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കണമെന്ന് കുറച്ച് ആഗ്രഹമുണ്ട്. എന്നാൽ ഉറങ്ങണ്ടയോ? ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിച്ച് വരുന്ന സമയത്ത് രാത്രി എന്തെങ്കിലും കാണാൻ ശരി ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് അന്യഭാഷ അറിയും. പുള്ളിക്കാരി ആഴ്ച ആദ്യം പേടിച്ച് പോയിട്ടുണ്ട് എൻ്റെ വൈഫ്. ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് എന്താ മാനസികമായിട്ട് കുഴപ്പം, കാരണം കുറേ വർഷമായാലും ഈ സിസ്റ്റം ഇങ്ങനെ അങ്ങോട്ട് ആയതിനു ശേഷം. എനിവേ ഞാൻ പറഞ്ഞുകൊണ്ട് സാരം, ഈ അനുഭവം എല്ലാ മേഖലകളിലും മാറ്റാൻ തുടങ്ങി. അതിനുശേഷം ഞാനൊരു സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങി. ഞാൻ എവിടെയാണോ പാച്ച് വർക്കുകാരനായിട്ട് ഒരു ജസ്റ്റ് ഡെൻഡറായിട്ട് ജോയിൻ ചെയ്ത അതേ കമ്പനിയുടെ, അതെന്ന് പറഞ്ഞാൽ സുബേർ ഓട്ടോമോട്ടീവ് ഒരു ഗ്രൂപ്പ് കമ്പനിയാണ്. അവരാണ് ഈ റോൾസ് റോയ്സ്, ബെന്റ്ലി, ഓഡി, ഓക്സ്വാഗൻ, പ്യൂജോട്ട്, മിത്സുബിഷി, ക്രൈസ്ലർ, ഡോഡ്ജ്, ഇതിനെല്ലാം ഡീലർ ഇവിടെ അവരാണ്. അങ്ങനെ ആ ഒരു വ്യക്തിയുടെ, അദ്ദേഹം ഇവിടുത്തെ സുൽത്താൻ്റെ ചീഫ് അഡ്വൈസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ സുബേർ ഓട്ടോമോട്ടീവ്. സുബേർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരാണ്. അതിന് ആ ഓട്ടോമോട്ടീവിൻ്റെ ഒരു ഡിവിഷൻ, ഗ്രാൻഡ് ഓട്ടോ എന്ന് പറയുന്ന ഡിവിഷൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് ദൈവം എന്നെ മാനിച്ചു. ഇതിനകത്ത് വാസ്തവത്തിൽ ഞാൻ ഈ സമയത്തിൻ്റെ പരിമിതിൻ്റെ ഓടിച്ച് പറയുക, ഓരോ ദിവസവും ദൈവം നടത്തുന്നത്. ഞാൻ പലപ്പോഴും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുമ്പോൾ അനേകർ പറയില്ല ക്രിസ്തീയ ജീവിതം കഷ്ടതയാണ്. ഞാനൊന്നും ഉണ്ട്, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നുമില്ലാത്ത, എല്ലാ രീതിയിലും തകർക്കപ്പെട്ട, തകർന്നു പോയ ഒരു കുടുംബത്തിൽ നിന്ന് ദൈവം എത്രയും മാനിച്ച സ്ഥിതിക്ക് എനിക്ക് അങ്ങനെ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ പ്രസംഗിച്ചോ, നിങ്ങളുടെ അനുഭവം അങ്ങനെയാണെങ്കിലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കർത്താവിനെ അറിഞ്ഞ നാൾ തീക്കകത്തോട്ട് പോയിട്ടുണ്ട്. ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ കയറി വരുന്നതല്ല, തീക്കകത്തൂടെ തന്നെയായിരുന്നു ഞാൻ കയറി വന്നത്. നമ്മൾ ഏതെല്ലാം സമയത്തൊരു വെളിപ്പാട് വരുമല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. മറുഭാഗത്ത് പൗലോസിൻ്റെ ഭാഷ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾക്കൂടെ വെളിപ്പെടേണ്ടതിന് നമ്മുടെ മർദ്ദിച്ചത് എപ്പോഴും അവൻ ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റെടുക്കണം. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം, ഈ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു നേരത്തെ ആഹാരത്തിനകത്ത് ഞാൻ ഇത്രയും ഒരു സമ്പന്നരായി എന്നുള്ളതല്ല, ഞാൻ നിമിത്തം ഒത്തിരി പേര് ഈ ഒമാനിലും പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ഒത്തിരി പേര് ദൈവത്തിൻ്റെ മഹത്വം കാണാനിടയായി. ഏറ്റവും കൂടുതൽ ഞാൻ റീച്ച് ചെയ്യുന്നത് ഹിന്ദുക്കളുടെ ഇടയില്ല. കാരണം എനിക്ക് മനസ്സിലായി നമ്മളെല്ലാം തകർന്നു പോയതിൻ്റെ പിന്നിൽ കാരണമെന്ന് പറഞ്ഞത് നമ്മുടെ ജാതകത്തിൻ്റെ ദോഷമായിരുന്നു.
ജാതകദോഷം അഴിക്കാൻ വേറെ ഈ ഒരുത്തൻ രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമമാണ് ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ ജാതകം. മുമ്പൊക്കെ ഞാൻ ഏത് റൂട്ടിൽ കൂടെ ആരോട് സുവിശേഷം പറയുമായിരുന്നു. ഇപ്പോൾ എനിക്ക് പറയാം, കുറേ ഹിന്ദുക്കൾ നമ്മൾ ഈ ദൈവം നടത്തിയ വഴികളൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കും, സാറിൻ്റെ ദോഷം മാറി എങ്ങനെ? ഞാൻ പറയും, ഞാൻ ചൊവ്വാദോഷം മാറ്റും, ശനിദോഷം മാറ്റും, എത്ര വലിയ ദോഷമാണെങ്കിലും മാറ്റും. ഈ ചൊവ്വാദോഷം മാറത്തില്ലോ. പറഞ്ഞ് മാറും. അങ്ങനെ ചൊവ്വാദോഷം മാറിയ പരിപാടി ഞാൻ ചൊവ്വാദോഷം മാറ്റുക, ശനിദോഷം. അറിയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ എങ്ങനെയെന്നറിയാം, യേശു പറഞ്ഞു, ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. അപ്പോൾ മനസ്സിലായി, ദൈവരാജ്യം കാണണമെങ്കിൽ വീണ്ടും ജനിക്കണം. അപ്പോൾ ആദ്യം ഞാൻ പണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇതെല്ലാം ഈ സ്വാർത്ഥതയിൽ കൂടെ പുറപ്പെടുന്ന വാക്കാണ്. ഇത്രയും അല്ലേ പത്രോസ് വിളിച്ചത്, മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട ഏക നാമം. എന്നിട്ട് ഭയങ്കര സ്വാർത്ഥത, ഇത്രയും ആയിരക്കണക്കിന് ദൈവങ്ങളുള്ളപ്പോൾ അവൻ മാത്രം എന്ന് പറയുന്നത്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നുമല്ല, അവനിൽ മാത്രമുള്ളത്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനിച്ച് വളർന്നത് 1961 വിശാഖം നാള എൻ്റെ മൃഗം സിംഹം. എൻ്റെ സ്വഭാവം അതായിരുന്നു. അപ്പോൾ എൻ്റെ നാൾ വലിയ ദോഷമൊന്നുമില്ല. ഞാനായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ 1-ാം തീയതി ആയിരുന്നു. ഏറ്റവും നല്ല നാളുള്ളവർ 1-ാം തീയതി നല്ല ഐശ്വര്യമാണ്. ഇപ്പം നമ്മൾ അന്നൊക്കെ 4 കിട്ടും, 25 പൈസ കിട്ടും നമുക്ക് ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ. വേറെ വീട്ടിൽ കിടക്കുക, പിറ്റേ ദിവസം പോവാം. പക്ഷേ ദോഷമുള്ള നാളുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി, ഈ പ്രശ്നം ഉണ്ടാകുന്നത് ആൾക്കാരുടെ കുഴപ്പമല്ല, നാളിൻ്റെ കുഴപ്പം. കാരണം എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചിരിക്കുന്നത് 3-ാം നാളാണ്. എൻ്റെ ചേട്ടത്തിൽ 3-ാം നാളാണ്. പ്രേമിച്ചതോട് പിന്നെ നാളെ നോക്കാൻ സമയം കിട്ടിയില്ല. അതിനപ്പോൾ പ്രശ്നമായി. എന്തായാലും വിവാഹം കഴിച്ച് വന്നപ്പോഴേ അറിയുന്നത് 3-ാം നാളാണ്. 3-ാം നാളെന്ന് ഇടിയുടെ ചന്തയാണ്. ചേട്ടൻ വിവാഹം കഴിച്ച അന്ന് തൊട്ട് പ്രശ്നത്തിൻ്റെ മേൽ പ്രശ്നം, ഭയങ്കര അവസാനം ഈ ചേട്ടത്തിയെ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു, കാരണം 3-ാം നാളാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ചേട്ടാ കല്യാണം കഴിക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം 9 നാളെങ്കിലും നാൾ പൊരുത്തം ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ ചേട്ടാ ഇതെന്തോ സംഭവം. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം നമ്മൾ ഹിന്ദുക്കളുടെ എങ്ങനെ ജാതകം എഴുതുന്നത്, ജനിച്ച നാൾ, ജനിച്ച മാസം ഏതാണോ, സമയം ഏതാണോ, അത് വെച്ചിട്ടാണ് ഗ്രഹത്തിൻ്റെ നില നോക്കും. ഏത് ഗ്രഹത്തിൻ്റെ നില, അതും വ്യാപരിക്കുന്നത് എങ്ങനെയാണ്, നക്ഷത്ര ബലമായിട്ട് എഴുതന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ യോബിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ യോബിനടുത്ത് ദൈവം ചലഞ്ച് ചെയ്യുന്ന വാക്കുണ്ട്. യോബേ, നിനക്കറിയാമോ തിമിംഗലത്തെ നിനക്ക് ചൂണ്ടയിട്ട് പിടിക്കാമോ? സമുദ്രത്തിലെ ഊറ്റെവിടെ നിനക്കറിയാമോ? ഈ മൃഗങ്ങളുടെ ഗർഭത്തിൽ എടുക്കുന്ന നീയാണോ എന്ന് ചലഞ്ച് ചെയ്ത് ചോദിക്കുന്ന കൂട്ടത്തിൽ യോബിൻ്റെ 38-32 തോന്നിയിരിക്കുന്നത്, നിനക്ക് കാർത്തിക എന്ന് പറയുന്ന നാളിൻ്റെ ചങ്ങല അഴിക്കാമോ? മകൈരെന്ന് പറയുന്ന നക്ഷത്രത്തെ നിനക്ക് പൊട്ടിക്കാമോ? രാശിചക്രത്തെ അതിൻ്റെ ഗതിയിൽ നിന്ന് മാറ്റാമോ? അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിനക്ക് നിർണ്ണയിക്കാമോ? യോബ് മിണ്ടാതിരുന്ന്, എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യമല്ല ഈ മകൈരത്തിൻ്റെ കെട്ട് പൊട്ടിക്കാനും ഈ കാർത്തികയുടെ കെട്ട് പൊട്ടിക്കാനും. ഇത് കഴിഞ്ഞപ്പോഴാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്, പകൽ പറക്കുന്ന അസ്ത്രം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, രാത്രിയുടെ ഭയം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. ഇപ്പം ഞാൻ ചേടാ, ഹിന്ദുക്കളുടെ ഇടയിൽ രാഹുകാലമൊന്നും ഈ എന്താ പറയുക ശകുനവും അതുമെല്ലാം നോക്കി അവിടെ നിന്ന് പെട്ടിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ അതിൻ്റെ അപ്പുറം ക്രിസ്ത്യാനിയുടെ ഇടയിലുണ്ട് പകൽ പറക്കുന്ന അസ്ത്രം. നമ്മളുടെ ഹിന്ദുക്കൾ പറഞ്ഞെന്താ പകൽ പിന്നെ എന്തോ ഈ ഇതുണ്ട്, ദോഷമുണ്ട്, രാഹുകാലമുണ്ട്. അപ്പം ഞാൻ ഇതെന്തോ സംഭവം എന്നറിയാം. എനിക്ക് മനസ്സിലായി, പണ്ട് ദൈവത്തോട് മത്സരിച്ചിട്ട് വെട്ടേറ്റ് വീണൊരു കൂട്ടം ദൂതന്മാരുണ്ടല്ലോ, അവർ അന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ മുകളിൽ കയറി സിംഹാസനം വയ്ക്കാമെന്ന. അപ്പോൾ ദൈവം പറഞ്ഞ നക്ഷത്രത്തിൻ്റെ മുകളിൽ കയറണം, മുകളിൽ ഞാനായിരിക്കുന്നത്, നീ താഴെ നിന്ന് അവൻ്റെ വെട്ടി തുറത്തിട്ട്. അപ്പോൾ യൗമാരെ കൂടെ നക്ഷത്രങ്ങളെ അവരെ കൂടാരമടിച്ചു. പൈശാചികമാണ് നക്ഷത്രങ്ങൾ കൂടാരം അടിച്ചിട്ട് നക്ഷത്രങ്ങളെല്ലാം ഈ രാശിചക്രത്തിൻ്റെ ആ ഗതി അനുസരിച്ചിട്ട് ഭൂമിയിലേക്ക് സ്വാധീനം വെച്ച് മനസ്സിലായി, ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തു നിന്ന് എപ്പോഴാണോ പുറത്തോട്ട് വരുന്നത് ആ സമയത്ത് യോബിനോട് പറഞ്ഞ, യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും. നമ്മുടെ ഹൈന്ദവരി എന്നല്ല, കാരണം എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ 13 വയസ്സുള്ളപ്പോൾ നാട്ടിൽ നിന്ന് പോയത്, പിന്നെ ഞാൻ ആന്ധ്രയിലായിരുന്നു. പിന്നെ എനിക്ക് പള്ളി കയറി മാത്രമേ അറിയത്തുള്ളൂ, ഹൈന്ദവരെല്ലാം ഞാൻ ബൈബിളിൽ നിന്ന് പഠിച്ച കാര്യമാണ്. അപ്പോൾ നക്ഷത്രങ്ങളിൽ കൂടാരം അടിച്ചിരിക്കുന്ന ശക്തികൾ
രാശിചക്രം മുഖാന്തരം ഭൂമിയുടെ സ്വാധീനം വെച്ച് മനസ്സിലായി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ ആ സമയത്ത് ഏത് ശക്തിയാണോ ഭൂമിയിൽ മൂവ് ചെയ്യുന്നത്, അത് പകൽ പറക്കുന്ന അസ്ത്രമാണോ, ഉച്ചയ്ക്ക് സംഹാരകനാണോ, രാത്രി വേണം, ഈ ശക്തികൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്വാധീനത്തിലാണ് ആ വ്യക്തി ആ കുഞ്ഞിലേക്ക് വ്യാപരിക്കും. ഇതാണ് ഇവർ ജാതകമായിട്ട് എഴുതരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ ജനിച്ച സമയത്ത് ഓരോരുത്തരും തലയിൽ എഴുത്തുക അല്ലെങ്കിൽ ജാതകം എഴുത്തുക, ഇത് മാറുന്ന പരിപാടിയില്ല. യോബിന് ചോദിക്കുക, യോബ് നിനക്ക് മാറ്റാമോ? യോബ് പറഞ്ഞു എനിക്ക് അറിയത്തില്ല. അറിയത്തില്ലെങ്കിൽ ഒക്കുന്ന കാര്യമല്ല. തിമിംഗലത്തെ എങ്ങനെ ചൂണ്ടിട്ടു, അതുപോലൊരു കാര്യമാണ് ഈ കാർത്തികയുടെയും മകരത്തിൻ്റെയും ചങ്ങല പൊട്ടിക്കുക എന്ന് പറയുന്നത്. അപ്പം എനിക്ക് മനസ്സിലായത് എന്തോ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വെറും ഒരു സംഭവമല്ല, ഒരു ഭയങ്കര സംഭവമാണ്. വെറും ഹിന്ദു എന്ന് മാറി ക്രിസ്ത്യാനി ആയാലും പിന്നെ പെന്തക്കോസ്തിൽ വരിക, അവിടെ ഒന്നല്ല സ്വാതന്ത്ര്യം ചെയ്തിട്ട് വല്ല നന്മ നേടുന്നതല്ല, ഇത് അസാധാരണമായൊരു ഭയങ്കര പ്രവൃത്തിയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സാധാരണ വിഷയമായിട്ട് അംഗീകരിക്കുന്നില്ല. ഉടനെ ഞാൻ മനസ്സിലാക്കി, ദിവസം വീണ്ടും വായിക്കാൻ തുടങ്ങി. എഫീസ് ലേഖനം 2-ാം അധ്യായം വായിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, ആ ഭാഗം ഒന്ന് വായിക്കുന്നത് ഭയങ്കര ശക്തിയായിരിക്കും. ഞാൻ അതിനുശേഷം പെട്ടെന്ന് എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാം, സമയം കഴിഞ്ഞു. ഓക്കെ, എഫീസിയൻ 2-ാം അധ്യായം പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവരുടെ ഇടയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരണക്കേടരുടെ മക്കളിൽ ഇപ്പോഴും വ്യാപരിക്കുന്ന ആത്മാവിനെയും അവൻ്റെ അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവിടെ നാം എല്ലാവരും, പൗലോസ് പറഞ്ഞ യഹൂദനായ ഞാൻ മുഖാന്തരം എല്ലാവരും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാധ്യതത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ വശീകരിച്ച് വഞ്ചിച്ച് അവരെ നിന്ന് പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ പുറത്താക്കിയിട്ട് പിശാച് മനുഷ്യരുടെ മേൽ സ്വാധീനം വെച്ച്, ബൈബിൾ പറയുന്നത് സർവ്വലോകവും സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവമായിട്ടുള്ള പൂർണ്ണമായിട്ട് വേർപാട് മനുഷ്യർ സംഭവിക്കുകയും സകല മനുഷ്യരും സാത്താൻ്റെ അധീനയിൽ വരാൻ തുടങ്ങി. അന്ന് തൊട്ട് ജനിക്കുന്ന സകല മനുഷ്യരുടെ മേലും നക്ഷത്രത്തിൽ കൂടാനിരിക്കുന്ന ശക്തി ആമസിച്ചപ്പോൾ എഴുതി കൊടുത്തു നിൻ്റെ നക്ഷത്രഫലം. അപ്പം മനസ്സിലായി, ജനിക്കുമ്പോൾ സംഭവിക്കുന്നത് മാറണമെങ്കിൽ, കൈയെഴുത്ത് മാറണമെങ്കിൽ ഒറ്റ പരിപാടി. അത് കൊലോസിലെ നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് വരാം. കൊലോസ് എങ്ങനെയാണ് ജാതകം മാറുന്നേ? കൊലോസിന് 2-ാം അധ്യായം 12-ാം വാക്യം, സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിലെ അഗ്രചർമ്മത്തിലും മരിച്ചവരാ നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ജാതകഫലം മാറണമെങ്കിൽ വീണ്ടും മരിച്ചിട്ട് ജനിക്കണം. അയ്യോ, ഹൈന്ദവ രീതിയിൽ മരിച്ചു, അതായത് വിശാഖം നാളിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നിൽ കൂടിയിരിക്കുന്ന വിശാഖ ശക്തിയാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന ആരാ? കാലനാ, അവൻ്റെ ദേശത്തുണ്ടു. അതുകൊണ്ട് യേശു വന്നിട്ട് പറഞ്ഞു, മോനെ നീ മരിക്കണ്ട, നിനക്ക് വേണ്ടി ഞാൻ മരിച്ചിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി, എൻ്റെ മരണവും എൻ്റെ അടക്കവും എൻ്റെ പുനരുദ്ധാനത്തോട് നീ ഏകീഭവിച്ചു കഴിഞ്ഞാൽ നീ എന്നോട് കൂടെ മരിക്കുന്നു, നീ എന്നോട് കൂടെ അടക്കപ്പെടുന്നു. പിന്നെ നിൻ്റെ പഴയ ഈ വിശാഖം നാളെന്ന് പറഞ്ഞാൽ 1961 ജാതകം മാറുകയാണ്, നീ പുതിയ സൃഷ്ടിയാകുക. ഞാൻ പറയും, എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ സകലതും മാറുക. അപ്പം എനിക്ക് മനസ്സിലായി, ശാപം മാറാൻ, ദോഷം മാറാൻ, ജാതകം മാറാൻ, സകലതും മാറാനായിട്ട് വീണ്ടും ജനിക്കുക. യേശുവിൻ്റെ ഭാഷ പറഞ്ഞാൽ ആമേൻ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ, ജാതകം മാറിയില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുക ഇല്ല. എനിക്ക് മനസ്സിലായി, എൻ്റെ കുടുംബത്തിൽ അത്രയും ദോഷവും ശാപവും വരാൻ ഏക കാരണം എന്ന് പറഞ്ഞാൽ അവർ ജനിച്ച സമയത്ത് ഏത് ശക്തിയാണോ അല്ലെങ്കിൽ ഏത് നക്ഷത്രത്തിലാണോ അവർ ജനിച്ചത്, ആ ദോഷം അത് അഴിക്കുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ വേറെ ഒരു നാമമല്ല, ഏകനാമം യേശു. അവൻ്റെ നാമം വിളിക്കപ്പെട്ട ഏവനും രക്ഷപ്പെടും.
എത്ര ഭയങ്കര ശ്രേഷ്ഠകരമായൊരു പദവിയാണ്. ഹാലലൂയ. പലപ്പോഴും ആൾക്കാർ അതിശയിക്കാണ്ട്, കാരണം പാസ്റ്ററെ ഇത്ര ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിൽ നിങ്ങൾ ഇത്രയും പേര് എല്ലാവരും സമ്പന്നരായല്ലോ, എന്താ രഹസ്യം? നിങ്ങൾക്ക് അമേരിക്കത്തെ കാശാണോ വേറെ വിദേശത്ത് വരുന്നതാണോ? അതൊന്നുമല്ല, ശാപം മാറുമ്പോൾ. ഓ, എത്ര പേര് ഗ്രഹിക്കാൻ എനിക്കറിയത്തില്ല. വീഡിയോ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആവേശം റിലീസ് ചെയ്യാൻ കഴിയുന്നില്ല. പലരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുക, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി, ഞങ്ങളെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇന്ന് നിൽക്കും നല്ലൊരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ, ഒന്നും എഴുതാറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. കാരണം ഈ കിളിമാനുള്ള ഗവൺമെൻറ് സ്കൂളിൽ വെറും ചോളവും പാലും കുടിക്കാൻ പോയ ഞാൻ അവിടെ എന്ത് പഠിക്കാനാ? അന്ന് യുദ്ധകാലം ഒന്നുമില്ല. അന്ന് എന്താ പറയുക, രാവിലെ പോകും, ഇന്നലെ നമ്മുടെ നേതാവെങ്കിൽ ഇന്ത്യ ജയിക്കാൻ കട്ടായോ എന്ന് പറഞ്ഞ് വേറെ സ്കൂൾ വരെ പോയിട്ട് വരും. പിന്നെ പൂട്ടയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കും, നിലത്തിടും, തല്ലും, തീയിടും, തിരിച്ചു വരും. അതെല്ലാം ഒന്നും പഠിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആക്കിയെടുക്കുന്നത് പുതിയ സൃഷ്ടി. ഇത് മാത്രം എപ്പോഴാണ്? ശാപം മാറുവാൻ. ഒരുവൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടി. വേദം പറയുന്നത് ഇതെല്ലാം അല്ലേ? നമ്മളിപ്പോൾ വായിച്ച എഫേസ്യരുടെ താഴോട്ട് വായിച്ച് വരുമ്പോൾ കാണുന്നത്, അതിക്രമങ്ങളിലും പാപങ്ങളിലും ഈ എഫേസ്യരുടെ 2 താഴോട്ട് വരുന്നത്, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന് ഒരു മനുഷ്യൻ്റെയും പ്രവൃത്തിയല്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇന്ന് ദൈവം, ഞാനിവിടെ 1981 ഞാൻ ഒമാനിൽ വരുന്നത്, 41 വർഷമായി. ഞാൻ വിവാഹം കഴിച്ച് ഇവിടെ വന്ന് കുഞ്ഞുങ്ങൾ ഇവിടെ വെച്ചതിനെ ജനിച്ചു, ഇവിടെ വളർന്നു, ഇവിടെ പഠിച്ചു, ഇന്ത്യയിൽ ഡിഗ്രി എടുത്തു, ജർമ്മനിയിൽ അവർ പോയി മാസ്റ്റർ ചെയ്തു, ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഭയങ്കരമാണ്. ഈ ലോകത്ത് ഞാൻ പറയട്ടെ, രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ശാപം മാറാതെ ദോഷം മാറുകയില്ല. ഇന്ന് സകലം നോക്കണ്ട, ജാതകം നോക്കണ്ട. പണ്ടെന്ന് ഇവിടെ യാത്ര ചെയ്യണമെങ്കിൽ ആരാ എതിര് വരുന്നത്? ശകുനം നോക്കണം. എപ്പോഴാണ് പോകണ്ടേ? ഇനി ഒന്നും നോക്കണം. എൻ്റെ ജന്മനാൾ മാറി. എൻ്റെ നാളെന്ന് പറയുന്നത് യേശുവിൻ്റെ നാളാണ്, ഭാഗ്യനാളാണ്. എൻ്റെ നക്ഷത്രം ഏതാ? യേശുവിൻ്റെ നക്ഷത്രം. ഏതാ? വേറെ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അന്ന് പറയുന്നില്ലേ, ഒരു നക്ഷത്രം കണ്ടതുകൊണ്ട് സന്തോഷിച്ചു. യേശു ജനിച്ചത്, ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരും ആകാശത്തിലെ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ വ്യത്യസ്തമായ നക്ഷത്രത്തിൽ ജനിച്ചത്. അതുകൊണ്ടാണ് അന്ന് വന്ന ഇടയമാൻ പറഞ്ഞത്, നക്ഷത്രം കണ്ടതുകൊണ്ട് സന്തോഷിച്ചു. കാരണം ഈ നക്ഷത്രം ഇന്നുവരെയും കണ്ടുള്ള നക്ഷത്രമല്ല, ഇത് ഉദയനക്ഷത്രം, ക്രിസ്തു ജനിച്ചതിൻ്റെ സൈനാണ്. ആ നക്ഷത്രക്കാരാണ് അതുകൊണ്ട് നമ്മുടെ സ്വഭാവം ക്രിസ്തുവിനെ പോലെ ആകുന്നത്. ഹല്ലേലൂയ. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ മോള് പറഞ്ഞതുപോലെ ഇതൊരു മാജിക്കല്ല, അല്ലെ നമ്മൾ വല്ലതും കൊടുത്തിട്ട് വല്ലതും വാങ്ങിക്കുന്നതല്ല, അല്ലെ നമ്മുടെ പുണ്യപ്രവൃത്തിയിലല്ല. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ സകല ശാപവും. ഞാൻ അവിടെ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ രോഗമോ സാമ്പത്തികമായ തകർച്ചകളോ മാനസികമായ സംഘർഷങ്ങളോ കുടുംബത്തിൽ ഏതെങ്കിലും പ്രതികൂലങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തിക്കുന്ന ദൈവമല്ല, പിശാച. അവൻ്റെ പ്രവൃത്തികൾ അഴിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായതെങ്കിൽ ഇന്ന് ഞാൻ പറയാം, നമ്മുടെ ഇവിടെ സാധാരണ നമുക്ക് പറയാം, ഈ ജാതകം മായ്ക്കാനൊക്കും, ജന്മനാൾ മാറിയാൽ മതി. വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ പഴയ ജന്മനാളാവും, നമ്മൾ പുതിയ സൃഷ്ടിയാവും. അതിനെക്കുറിച്ചാണ് കൊലോസിൽ നമ്മൾ വായിച്ചത് 2-ാം അധ്യായം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടം. ഏതാ? എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഹല്ലേലൂയ, സാക്ഷാൽ ദൈവം മനുഷ്യ സാധ്യതയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എനിക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തി ക്രൂസിലെ മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ദൈവശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ ഈ യേശു എൻ്റെ പാപത്തിൻ്റെ, എൻ്റെ ശാപത്തെ, എൻ്റെ സകല രോഗത്തെയും വഹിച്ചുകൊണ്ടാണ് യേശു എനിക്കിട്ട് ഭരിച്ചെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വായ് കൊണ്ട് പറയുമ്പോൾ ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ വീണ്ടും ജനിക്കും, പുതിയ സൃഷ്ടിയാകും. അതിൻ്റെ പൂർണ്ണതയാണ് സ്നാനം. അതുകൊണ്ടാണ് 12-ാം വാക്യത്തിരിക്കുന്നത്, സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. എന്നിട്ടെന്താ?
അവനെ മരിച്ചയുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെഴുന്നേറ്റ ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ ഞാനും ഉയർത്തപ്പോൾ 1961 വിശാഖം നാളിൽ ജനിച്ച വ്യക്തി മരിച്ചു. ഇപ്പോൾ പുതിയ സൃഷ്ടിയുടെ നാളില്ല, ജാതകമല്ല, ഇനി ഒന്നുമില്ല. ഇനി ശാപത്തിന് എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ, ഈ സത്യം ലോകത്തെ എല്ലാവരും അറിയണം. ഞാൻ പറയാം, ഞാൻ വലിയൊരു ഗ്രൂപ്പ് കമ്പനിയുടെ മാനേജർ ഡയറക്ടർ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരും വീക്കെൻഡിന് നമ്മളെല്ലാം വലിയ കമ്പനിയുടെ കസ്റ്റമേഴ്സിനെ വിളിച്ച് പാർട്ടി നടത്തണം. നമുക്കൊരു പ്രത്യേക നമ്മുടെ കമ്പനിക്ക് തന്നെ ക്ലബ്ബുണ്ട്. ഇവരൊക്കെ അറിയാം, വർഷങ്ങളായിട്ട് അവരൊക്കെ അറിയാം, എന്നെ കിട്ടത്തില്ല. പക്ഷേ എൻ്റെ ബിസിനസ്സിനത് ബാധിക്കുന്നുമില്ല. മറ്റുള്ളവർ ബിസിനസ് കൂട്ടണമെങ്കിൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നിട്ട് പാർട്ടി കൊടുക്കണം, കള്ളും അതെല്ലാം കൊടുക്കണം. നമുക്ക് ഒന്നും വേണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ, അവൻ സകല സത്യത്തിലും നമ്മളെ വഴി നടത്താമെന്ന് തുടങ്ങി. എനിക്കറിയാം, എനിക്ക് ആകേണ്ട ഏറ്റവും എൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമല്ല, എനിക്ക് അന്യഭാഷ പറയാൻ കഴിയും, യേശുവിൻ്റെ നാമം അറിയാം. അതല്ല എനിക്ക് ഒന്നും അറിയണ്ട, അതിനകത്ത് സകലതുണ്ട്. അതിൽ ഈ ബൈബിളിലൊരു വാക്യമുണ്ട്, കൊലോസ്യർ 2:3, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. ക്രിസ്തുവിനകത്താണ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപമെല്ലാം ഇരിക്കുന്നത്. ഈ ക്രിസ്തു എൻ്റെ അകത്ത് വന്നു. ആമേൻ. കൊലോസ്യർ 1:27 പറയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, ആമേൻ, മഞ്ചിമമോള ഉള്ളിൽ വസിക്കുന്നു, എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഈ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. എത്ര പേര് എന്നോട് കൂടെ ഏറ്റു പറയാൻ തയ്യാറാണ്? ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ, ക്രിസ്തുവിലാകുമ്പോൾ, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ആത്മാവായി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഈ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ഇവിടെ ഇരിക്കുന്നത്. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളെല്ലാം, എന്തുവാ, അവൻ ഗുപ്തമായി, അതിനെ ഇൻബിൽറ്റഡാ ക്രിസ്തുവിനകത്ത്. ഈ ക്രിസ്തു എൻ്റെ ഉള്ളിലാണ്. ഞാൻ അന്യഭാഷ പറയുമ്പോഴാണ് ഈ മർമ്മങ്ങളെല്ലാം പടപടപടപട ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ പറയുന്നത്, അന്യഭാഷ പറയുന്നവൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ദൈവത്തോട് സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? മർമ്മങ്ങളാണ്. എന്താ മർമ്മം? ലോകം സൃഷ്ടിക്കുന്ന മുമ്പേ എൻ്റെ തേജസ്സിനായി മുൻനിയമിച്ചതും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം അത്രേ മർമ്മം. 1 കൊരിന്ത്യർ 2-ാം അതിൻ്റെ 7-ാം വാക്യം. ഈ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ജനിക്കുന്നതിന് മുമ്പേ, ലോകം സൃഷ്ടിക്കുന്ന മുമ്പേ എപ്പോഴും എന്നെ തിരഞ്ഞെടുത്തത്, ലോകം സൃഷ്ടിക്കുമ്പോൾ എൻ്റെ തേജസ്സിനായി ദൈവം മുൻനിയമിച്ചതും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് മർമ്മം. അപ്പം ഞാൻ അന്യഭാഷ പറയുമ്പോൾ എന്താ സംസാരിക്കുന്നത്? ദൈവത്തോട് മർമ്മം സംസാരിക്കുന്നത്. എന്താ മർമ്മം? എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നു. ലോകത്തിലെ ഒരു ശക്തിയും കാണാനും കഴിയത്തില്ല, അറിയത്തുമില്ല. അതുകൊണ്ടാണ് എഫെസ്യർ 3 എഴുതിയിരിക്കുന്നത്. അത് ആ വാക്യം ഭയങ്കര പവർഫുള്ളാണ്. അതിൻ്റെ 3:9 സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുൻപേ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ. അനാദികാലം, അതായത് ലോകം സൃഷ്ടിക്കുന്ന മുമ്പേ എപ്പോഴാണോ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് അന്ന് മുതൽ, ആമേൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി പൗലോസിന് കൃപ ലഭിച്ചിരിക്കുക. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം. എന്തുവാ വാക്കെന്നറിയാം? മാനിഫോൾഡ് വിസ്ഡം, മെനി സൈഡഡ് വിസ്ഡം അല്ലേ? വേറൊരു മലയാളത്തിൻ്റെ ഭാഷ ഇരിക്കുന്നത് ബഹുമുഖജ്ഞാനം. കർത്താവായ യേശു ക്രിസ്തു നിവർത്തീകരിച്ചിട്ട് സഭയായ ഞങ്ങളത് മുഖാന്തരം വെളിപ്പെട്ട് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്തറിയാമോ? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമരുന്ന കൈയെഴുത്തും വായിച്ചു. ആമേൻ. അവിടെ കാണുന്നറിയാം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. പിശാച് പറഞ്ഞ വേണുദാസ് പറഞ്ഞ വ്യക്തി, ആമേൻ, 1961 ജനിച്ചപ്പോൾ നീ എഴുതിയില്ല അവന് വിരോധമായിട്ടുള്ള കൈയെഴുത്ത്? അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് അവൻ്റെ സകല ആയുധവും പിടിച്ചെടുത്ത് ക്രൂസിൻ്റെ കീഴിൽ വെച്ചു. കൈപൊക്കടാന്ന് പറഞ്ഞു. 2 കൈയും പൊക്കി പരസ്യമായ കാഴ്ചയായി ഓടണമെന്ന് പറഞ്ഞ് അന്ന് പിശാച് കീഴ് വെച്ചതാ. ഇനി പിശാചിന് എൻ്റെ മേലെ ആക്സസ് ഇല്ല, കാരണം അവൻ ആയുധമില്ല. കാരണം എൻ്റെ നാൾ മാറി, ജാതകം മാറി,
പുതിയ സൃഷ്ടിയായി. ഇപ്പോൾ ക്രിസ്തു എൻ്റെ മേൽ. പിശാച് നോക്കുമ്പോൾ എന്നെ കാണുന്നില്ല, കാരണം ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. എത്ര ശ്രേഷ്ഠകരമായ പദവിയാണ് ഇത്. കണ്ടിട്ടാണ് യോഹന്നാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ നോക്കിയേ നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര ഭയങ്കര സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെയാണ്. ലോകം യേശുവിനെ അറിയാത്തത് കൊണ്ടാണ് കർത്താവിൻ്റെ അഭിഷിക്തനെ പാസ്റ്റർ മാത്യുമൻ യേശുവിനെ ലോകം അറിഞ്ഞോ? അതുകൊണ്ടാണ് നമ്മളറിയാത്തത്. ആമേൻ. അതുകൊണ്ട് അവരറിഞ്ഞില്ല എന്ന് വെച്ചാൽ നമ്മളങ്ങനെയാണ്. അല്ല, യോഹന്നാൻ്റെ ഭാഷ ഭയങ്കരമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ കാണുമീൻ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം യേശുവിനെ അറിയാത്തതുകൊണ്ട് നമ്മളെ അറിയുന്നില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ എന്തോ ഭയങ്കരമാണ്. അവൻ ഈ സമയത്ത് അവൻ പ്രത്യക്ഷനാകുവാണെങ്കിൽ അവൻ ഇരിക്കുന്നത് പോലെ നാം കാണും. എന്തുവാ അതാ നമ്മുടെ തെളിവ്. നമ്മുടെ മാസ്റ്റർ നമ്മൾ അങ്ങനെ ഒന്നുമല്ല. ഇന്ന് കർത്താവിടെ പ്രത്യക്ഷനാകട്ടെ, ഉറപ്പാണ് അവൻ ഇരിക്കുന്ന പോലെ നമ്മൾ കാണുന്നതാകൊണ്ട് ഇതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ഇവിടെ ഇനി എത്ര വർഷം എന്തെല്ലാം വീട് നേടി, കാറ് നേടിയെന്നുള്ളതൊന്നുമല്ല. ഞാൻ പറയട്ടെ, ഞാൻ ഈ വെളിപ്പാടെല്ലാം, കാരണം എനിക്ക് വായിക്കാൻ എഴുതാൻ അറിയതുകൊണ്ട് ഞാൻ ആത്മമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനം എൻ്റെ ഉള്ളിൽ റിവീൽ ചെയ്യിപ്പിക്കും. ഞാൻ നോക്കി വായിച്ച തെറ്റും, കാണാൻ പറഞ്ഞാൽ തെറ്റത്തില്ല. കാരണം ഇത് എൻ്റെ അകത്ത് വെളിപ്പാടുമ്പോൾ, ഈ വെളിപ്പാട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ദൈവശക്തിയുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി എനിക്ക് നോക്കുക GMCയുടെ ഡെനാലി മോഡലാണ്. ഞാൻ വാങ്ങിച്ചാൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഏറ്റവും ടോപ്പ് ഓഫ് ദ റേഞ്ച് GMC യൂക്കോൺ ഡെനാലി. ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്നും വാങ്ങിക്കത്തില്ല. ഞാൻ വചനം പറയുമ്പോൾ, ഇവിടെ പണ്ട് ഈ ഇസ്രായേൽ മക്കളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കാടപ്പക്ഷിയൊന്നും നിൽക്കത്തില്ലേ? ഇസ്രായേൽ മക്കളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാടപ്പക്ഷി നിൽക്കുന്നത് പോലെ നമുക്ക് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ ചെയ്യുവാൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആത്മാവ് വ്യാപരിക്കുമ്പോൾ കഴിയും. ഞാൻ അനുഭവിക്കുന്ന ഒത്തിരി നന്മയുണ്ട്. ഒന്നും ഞാൻ അധ്വാനിച്ചിട്ടല്ല, ദൈവത്തിൻ്റെ, നമുക്ക് അറിയത്തില്ല. അത് എനിക്ക് എങ്ങനെ വിശദീകരിക്കാൻ അറിയത്തില്ല. രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞിൽ പൊതിഞ്ഞ് എന്താ പറയുക, മന്ന കിടക്കുന്ന പോലെ ദൈവത്തിൻ്റെ പ്രൊവിഷൻ ഭയങ്കരമാണ്. അതുകൊണ്ട് ഞാൻ പറയാം, മോളൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവിൽ ഏകാഗ്രചിത്തമായിരിക്കണം. ലോകത്ത് മോൾ ഏറ്റവും പ്രശംസിക്കപ്പെടും. കാരണം എൻ്റെ അനുഭവം ഒത്തിരി ഉണ്ട്. എനിക്ക് സമയത്തിൻ്റെ പരിധിയോട് എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ നിർത്തുക. സമയത്തിൻ്റെ പരിധി ഞാൻ നിർത്തുകയാണ്. പക്ഷേ ദൈവം ഇനിയുള്ള സമയങ്ങൾ എനിക്കറിയാം. ഈ സമയം ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. ഞാൻ സാധാരണ ഈ സമയത്തിൻ്റെ ഏറ്റവും ഉറക്കത്തിൻ്റെ നല്ലതാണ്. ഇന്നലെ ജസ്റ്റ് 2 മണിക്കാണ് കിടന്നത്. കാരണം പ്രെയർ ഉണ്ടായിരുന്നു. 2.5 മണിക്കൂർ കടന്നു. ഞാൻ 1/2 മണിക്കൂർ കടന്നത്, പക്ഷേ ഉറങ്ങിപ്പോയി അല്പം. ഇന്ന് 45 മിനിറ്റ്സ് ഞാൻ ഉറങ്ങി. പക്ഷേ എനിക്കിപ്പോഴും സമയം അനുവദിക്കുകയാണെങ്കിൽ 4 മണിക്കൂർ പറഞ്ഞാലും തീരാത്തതിൻ്റെ അകത്ത് ജീവനായിട്ട് വചനം മൂവ് ചെയ്യുന്നു. ഈ വചനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാനിഫെസ്റ്റ് ചെയ്താൽ, കേട്ടാലല്ല, ഒരു വ്യക്തിയുടെ അകത്ത് പോയി ആത്മാവുമായിട്ട് മിക്സായാൽ ദൈവശക്തിയാണ്. ഈ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലിരിക്കുന്നത്, സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ബാധ്യത ശിക്ഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. എന്നിട്ട് പറയാ, നമ്മെപ്പോലെ അവരും ഒരു സ്വന്തവർത്താനം കേട്ടവരാ, പക്ഷേ കേട്ട വചനം അവരുടെ ഉള്ളിൽ വിശ്വാസമായിട്ട് പരിണമിക്കായി കാണും. വിശ്വാസമായിട്ട് മിക്സാകാത്തത് കൊണ്ട് അവർക്ക് പ്രയോജനമായിട്ട് വന്നില്ല. വിശ്വസിക്കുന്നവരെ നമുക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാം. പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവുമായിട്ട് മിക്സാകുമ്പോഴാണ് ദൈവശക്തിയായിട്ട് വെളിപ്പെട്ട് വരുന്നത്. ആമേൻ. കർത്താവ് നമ്മുടെ എല്ലാവരും അനുഗ്രഹം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ കൂടെ മരിക്കുന്നു, യേശുവിനോട് അടക്കുന്നു, യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മഹത്യ ഞാൻ എഴുന്നേറ്റപ്പോൾ പുതിയ സൃഷ്ടിയായി. അങ്ങനെ അതിക്രമങ്ങൾ എന്നോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ എനിക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു, ക്രൂസിൽ തറച്ചു. അത് എഴുതിയവൻ്റെ സകല ആയുധത്തെയും മേടിച്ച് ക്രൂസിൻ്റെ താഴെ വെച്ചിട്ട് പറഞ്ഞു, പിശാചേ ആൾ മാറി, ഡയറക്ഷൻ മാറി എന്ന് പറഞ്ഞിട്ട് അവനെ കൈപൊക്കാൻ പറഞ്ഞു. ഇനി
വേണുദാസിൻ്റെ മേൽ നിനക്ക് ആക്സസ് ഇല്ല. കാരണം ആളിപ്പോൾ ദൈവത്തിൻ്റെ പൈതലായി അത്യുന്നതൻ്റെ മറവിലും സർവശക്തിൻ്റെ നിഴലിലും കീഴിൽ പറക്കുന്നത് കൊണ്ട് അവൻ ഇനി പകൽ പറക്കുന്ന അസ്ത്രത്തിനോ ഉച്ചയ്ക്ക് ദർശിക്കുന്ന സംഹാരകനോ രാത്രിയുടെ ഭയത്തിനോ ഒന്നും ചെയ്യാനൊക്കെ നിൻ്റെ വശത്ത് 1000 അല്ല വലതുവശത്ത് 10,000 പേര് വീണെന്ന് പറഞ്ഞാലും അടുത്ത് വരാനൊക്കെ ഇതില്ല. കാരണം അവന് ആയുധമില്ല. ഹല്ലേലൂയ. കർത്താവ് ദൈവം നമ്മുടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ തോമസ് മത്തായി ഫ്രം ബൊമ്പായി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ വീണ്ടും ഒരു ചിരിക്കുന്നതും കാണാൻ കഴിഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനമായിട്ട് തോന്നിക്കുന്നു. ബ്ലസ് യു ഓൾ ആൻഡ് ഷലോം. ആമേൻ. Thank you so much, Pastor Venudas. When God is having a plan about someone, once you surrender to the hands of the Almighty God, He'll rebuild you. I am pretty sure your testimony can create an influence of other in the minds of other people. As and when we are last so many years working, you're working with the automobiles, fixing the dent of the automobiles. Now we are fixing the dent of the so many people having wounds in their heart. We can rebuild their heart. They can make us a new creation. Thank you for accepting the invitation. Be a part of our ministry. Our ministry is called Miraculous Hands of Jesus. Really, we heard tonight a really miracle. Thank you for your time. May the Almighty God bless you. Thank you. George Pastor, Pastor ലാലിന്റെ ലൈൻ ഉണ്ടല്ലേ? Pastor Shobichan, can you unmute yourself and pray? Yes, Pastor. Yes. Okay. Yes. Go, come on. Okay. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. നാഥ, തിരുപാദപിടത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു വന്ന് അങ്ങയുടേതായ മാറ്റമില്ലാത്ത വചനങ്ങളും ജീവിക്കുന്ന സാക്ഷികളും ഞങ്ങൾക്ക് കേൾക്കുവാൻ ഞങ്ങൾക്ക് ഭൂമിയിൽ സാവകാശം തന്ന ഞങ്ങളുടെ അരുമനാഥന്റെ മുൻപാകെ ഞങ്ങളെ ഒന്നുകൂടി താഴ്ത്തിയേൽപ്പിക്കുന്നു. നാഥ, ഇന്ന് ഞങ്ങൾ കേൾക്കപ്പെട്ട ഈ 2 സാക്ഷ്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രചോദനം ദൈവം തന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളിൽ കർത്താവെ, ഈ ഗ്രൂപ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ആശ്വാസത്തിനും അനുഗ്രഹത്തിനും പ്രത്യാശയ്ക്കും ദൈവം ആമേ വക ചെയ്തതിനായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയട്ടെ. വിശേഷിച്ച് കർത്താവെ, ഞങ്ങൾ കർത്താവെ പ്രിയ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേ മഞ്ജിമ, ആമേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പൈതലാണ്. കർത്താവെ, അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ, അസാധ്യം മാത്രം മുൻപിൽ കണ്ട സാഹചര്യങ്ങളിൽ സർവശക്തനായ ദൈവം ആമേ തൻ്റെ മകൾക്കു വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തതിനായി സ്തോത്രം. വചനം പറയുന്നു, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഒരു മനുഷ്യന്റെ കണ്ണുപോലും കണ്ടിട്ടില്ല, അവന്റെ ചിന്തകൾക്കപ്പുറമായി ഞങ്ങൾ കർത്താവെ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ സേവിക്കുന്ന ഈ പൈതലിന് വേണ്ടി കർത്താവ് ഒരുക്കിയ വഴികളെ ഓർത്ത് ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. യഹോവയായ ദൈവത്തിന്റെ കൃപയും പരിപാലനവും ദൈവികമായ അനുഗ്രഹങ്ങളും പ്രിയ ഈ പൈതലിന്റെ മേൽ ഉണ്ടാകണമേ. ആമേൻ. അവിടെ ജീവിതത്തിൽ ദൈവം എല്ലാ നന്മകളും ദൈവം കൊടുക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലുള്ളതൊന്നുമല്ല പ്രിയ പൈതൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം എന്താഗ്രഹിക്കുന്നുവോ, ദൈവഹിതം എന്താണ് കർത്താവ് ഇന്നത്തെ കാലയളവിൽ ആമേൻ ഞങ്ങളുടെ ഇച്ഛ മുൻപിൽ വെച്ചിട്ട്, ആമേൻ ഞങ്ങളുടെ ഹിതം മുൻപിൽ വെച്ചിട്ട് ഞങ്ങൾ ഓടുന്നൊരു കാലഘട്ടത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ പ്രിയ സഹോദരി ആമേൻ ദൈവസ്ഥൽ എടുത്തിരിക്കുന്ന തീരുമാനം, ദൈവമേ അങ്ങയുടെ ഹിതമാണെങ്കിൽ, അങ്ങയുടെ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. അപ്രകാരം തീരുമാനമെടുത്ത ഈ പൈതലിനെ, ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണം. തന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തെ ദൈവം മാനിക്കണമേ. അവൾക്ക് ആത്മീയവും ശാരീരികവും മാനസികപരമായി സാമ്പത്തികപരമായി എല്ലാ നിലകളിലും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രിയ കുടുംബത്തെ ദൈവം ആദരിച്ചാട്ടെ, മാനിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവേ വിലപ്പെട്ട സാക്ഷ്യമായി കടന്നു വന്ന അങ്ങയുടെ പ്രത്യന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എവിടുന്ന്
എവിടേക്കാണ്? ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ. ദൈവമേ, ഹല്ലേലൂയ, the way that you modified him, the way that you rebuild him, that is the amazing grace that is given to him, Lord. Hallelujah. കർത്താവേ, നിന്റെ വചനം പറഞ്ഞ ഇപ്രകാരമാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്നു, ഒരു യോഗ്യതമില്ലാതിരുന്ന സ്ഥാനത്ത്. ആമേൻ. അല്ലെങ്കിൽ ഇന്ന് കേട്ടതുപോലെ ആമേൻ, വണ്ടി ആമേൻ അതിന്റെ ഡെന്റിങ് പെൻഡിങ് ചെയ്യുന്ന പോലെ അനേക ജീവിതങ്ങളെ ഹല്ലേലൂയ ആമേൻ വാർത്തെടുക്കുവാൻ, അവരെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു കുശവനെ പോലെ സ്വർഗത്തിലെ ദൈവം ആമേൻ പ്രിയപ്പെട്ട ദൈവദാസൻ വേണുദാസിനെ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. അതൊരു ലിവിംഗ് ടെസ്റ്റിമണിയാണ് കർത്താവേ. അപ്പ ഇന്ന് എല്ലാവരുടെ മുൻപിൽ ഇപ്രകാരം ആമേൻ കാണിക്കാൻ കഴിയും. ആമേൻ പത്രോസ് യോഹന്നാനും പറഞ്ഞതുപോലെ, ഞങ്ങളെ നോക്കുവിൻ, ഞങ്ങളെ നോക്കുവിൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ, ആദരിക്കണമേ. അവിടെ കൂടി വരുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. ഇനിയും കൊയ്ത്ത് വളരെ ഉണ്ടല്ലോ കർത്താവേ. അറേബ്യൻ രാജ്യങ്ങളിൽ തകർന്നും നുറുങ്ങിയിരിക്കുന്ന അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും വഴികാട്ടിയും യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ലിവിംഗ് ടെസ്റ്റ് മണിയായി പിന്നെയും ദൈവദാസനെ ഉപയോഗിക്കണമേ, ആ കുടുംബത്തെ ദൈവം ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഈ ഇരുവരെയും, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സർവ്വദയാലുവായ ഞങ്ങളുടെ ദൈവം സ്വർഗത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ നന്മകളും കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് കർത്താവെ, സുമിലായിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ പിതാക്കന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവം അവരെ ബലപ്പെടുത്തണമേ. ദൈവം അവരായിരിക്കുന്ന രാജ്യങ്ങളില്, അവർ പാർക്കുന്ന ഭവനങ്ങളില്, അവർ കൂടി വരുന്ന സഭകളില്, അവരുടെ കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ബലഹീനതരായിരിക്കുന്നവരുണ്ട്, ക്ഷീണം അനുഭവിക്കുന്നവരുണ്ട്. ആമേൻ. ദൈവമേ, നീ അങ്ങ് സൗഖ്യമാക്കണമേ, നീ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, മിറക്കിൾസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിക്കായി ഞങ്ങൾ ദൈവസന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കുകയാണ്. ഇത് വളരട്ടെ കർത്താവേ. അനേകർക്ക് പ്ലാറ്റ്ഫോം കൊടുക്കുന്ന, അനേകരെ ആമേൻ ഹല്ലേലൂയ ഇതിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന ആമേൻ ഒരു മീഡിയ ആയി മാറുവാൻ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ആമേൻ കൂടെ നിൽക്കുന്ന ദൈവദാസന്മാരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും. ഞങ്ങളുടെ ദേശങ്ങളെ നീ അനുഗ്രഹിക്കുക, ദൈവദാസന്മാരെ, കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കുക. ആമേൻ. നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയെ വാർത്തെടുക്കുവാൻ, അവരെ കൊണ്ടുവരുവാൻ ആമേൻ. അയ്യോ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി ഞങ്ങൾക്ക് തന്ന ഈ വിശുദ്ധ വസ്ത്രം, ഈ ലോകത്തിലെ കളം, ഈ ലോകത്തിലെ മാലിന്യങ്ങൾ ഇതൊന്നും വരാതെ വണ്ണം അവിടുന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. കർത്താവ് ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. മഹത്വം അപ്പ അങ്ങേക്ക്, യേശു ക്രിസ്തുവിന്റെ വിളിയേറിയ നാമത്തിൽ തന്നെ. Pastor Thomas Matthew, you can conclude it, Pastor. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, നല്ല വേളയ്ക്കായി സ്തോത്രം. മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വഴി ചെയ്തെടുക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. കർത്താവിന്റെ ദാസന്മാരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രിയ മഞ്ജു മകൾ വഴി കിട്ടിയ സാക്ഷ്യത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസൻ വേണുദാസനായി പ്രാർത്ഥിക്കുന്നു. അടിയൻ മസ്കറ്റിലായിരുന്നപ്പോൾ കർത്താവിന്റെ ദാസനുമായി അന്ന് പരിചയപ്പെടുവാനും എന്റെ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു. തന്നെയും ശക്തമായിട്ട് മസ്കറ്റിൽ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. സ്വർഗരാജ്യം അവന്റെ നീതി അന്വേഷിക്കുമ്പോൾ സകലതും തരുമെന്ന് പറഞ്ഞ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല ആത്മീയ അധികാരവും അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കയാൽ രോഗത്തിന്റെ മേലും പിശാചിന്റെ മേലും പ്രകൃതിയുടെ മേലും മരണത്തിന്റെ മേലും ഞങ്ങൾക്ക് തന്ന അധികാരത്തെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുവാനും, അതേ ഞങ്ങൾക്ക് ജീവന്റെയും മരണത്തിന്റെയും അവസ്ഥ മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ജീവന്റെ വഴി തെരഞ്ഞെടുത്ത് ശക്തമായി ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ, ദൈവിക പരിജ്ഞാനവും ആഴത്തിലേക്ക് ഇറങ്ങുവാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമായ കർത്താവേ, പാസ്റ്റർ തോമാച്ചനായി പ്രാർത്ഥിക്കുന്നു. ഈ സൂമിന്റെ പരിധിയിലിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവമക്കൾക്കായി സ്തോത്രം. കഴിഞ്ഞാളിൽ അത്ഭുതകരമായി ഈ പ്രസ്ഥാനത്തെ നടത്തിയതിനായി സ്തോത്രം. ഇനിയും അനേകര് വന്ന് സാക്ഷ്യം പറഞ്ഞ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ വിശ്വാസികൾ അനേകര് അതേ വിശ്വാസത്തിൽ വളരുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ദൈവം കൃപ സഹായിക്കണം. അവന്റെ
ദിവ്യ സ്വഭാവം ഞങ്ങളിൽ പകരണമേ. പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മറ്റക്കാരായ പെന്തിക്കോസുകാർ മടങ്ങി വരുവാൻ, അതേ വിശ്വാസികൾ വളരുവാൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് താന്റെ ദാസന് ഓർപ്പിച്ചതിൽ അന്യഭാഷയാല് ഈ ജനത്തോടും അന്യഭാഷയാൽ ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, ആ അന്യഭാഷയിൽ ശക്തമായ ദൈവത്തെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സ്വർഗം സഹായിക്കണം. സൂമിലുള്ള എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരണമേ. നിരാശയിലെ രോഗത്തിൽ കിടക്കുന്നവർക്ക് ഇന്ന് അതേ ഈ സമയത്ത് തന്നെ ദൈവം കരങ്ങൾ അയച്ചവരെ വിടുവിക്കണം. മഹത്വം അങ്ങേക്ക് തരുന്നു കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, ശക്തി, വാഴ്വുകള് അതേ ദൈവവചനം പറഞ്ഞ ദൈവദാസന്റെ മേലും പ്രിയ മകളുടെ മേലും സൂമിന്റെ പരിധിയിലിരിക്കുന്ന അങ്ങേ വിലപ്പെട്ട ഭക്തന്മാരുടെ മേലും ദൈവമക്കളുടെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ രഹസ്യ വരെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുമാന്ത്രം പിതാവ് ഇന്നും ജയം തന്നതിനാൽ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. Once again, Thank you very എല്ലാവരും much. God bless you. താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു. എല്ലാവരോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. Vedas, thank you. God bless you, my loving brother. താങ്ക് യു ജോർജ് പാസ്റ്റർ, താങ്ക് യു സന്ധ്യ, താങ്ക് യു പി.ഡി. സാമുവേൽ, താങ്ക് യു മറിയാമ്മ എബ്രഗ, മെഗാ സസ്യൻ, ശോഭിച്ചൻ, എവരിബഡി. താങ്ക് യു, താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു. Thank you very much. God താങ്ക് bless യു, താങ്ക് യു. Okay, thank you, sister. Thank you. See you next time. Next week you will see. Okay, thank you. Okay. അടുത്ത ആഴ്ച നമുക്ക് ഇന്നൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, നമ്മുടെ സാൻഡി ചാൻഡി ഉണ്ടായിരുന്നു. സമയം കിട്ടാൻ സിസ്റ്റർക്കാർ നേരത്തെ ഇറങ്ങിയതായിരിക്കും. ഇന്നൊരു താങ്ക് യു പറയാമെന്ന് സമയം ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ സിസ്റ്റർക്കാർ നേരത്തെ പോയി. ഞാൻ അടുത്ത ആഴ്ച ഒന്ന് താങ്ക് യു പറയട്ടെ. ഇന്ന് വേറൊരു കുടുംബം കൂടി കേറിയിട്ടുണ്ടായിരുന്നു അങ്ങളെ, മോളുടെ ഫ്രണ്ടും കുടുംബവും ഇന്ന് കേറിയായിരുന്നു. ഓ, അത് ശരി. ഞാനൊരാൾ കണ്ടു, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അത് ശരി ശരി. ഓക്കെ. അവരോട് പറയാം അടുത്ത ആഴ്ചയും വരാം. അടുത്ത ആഴ്ച അനേക സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. പുറത്ത് വന്ന് കേൾക്കുകയൊക്കെ ചെയ്യാം, ലൈവായിട്ട് കേൾക്കാം. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങളെ. ആ കുഞ്ഞിന് ചിക്കൻ ബോക്സ് ആണ്. അപ്പൊ തിങ്കളാഴ്ച മെയിൻ എക്സാം കൂടിയാണ്. കുഴപ്പമില്ല. അടുത്ത ആഴ്ച തോമസ് മാത്യു ലൈനിൽ കയറുമ്പോൾ അപ്പം കുട്ടി ലൈനിൽ വരാം. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. തോമസ് മാത്യുവിന് പ്രത്യേകം കൃപയുള്ള കർത്തദാസന പുള്ളി പ്രാർത്ഥിച്ചോളും. കുഴപ്പമില്ല. ലൈനിൽ വരാൻ പറഞ്ഞു അടുത്ത ഇതുപോലെ ഈ സമയങ്ങളിൽ, കേട്ടോ. അവർക്ക് നമ്പർ കൊടുത്താൽ മതി, കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.